ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു അടിപൊളി കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ചെകുത്താൻ. എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല ഇങ്ങനെ ബസ്സിലൊക്കെ കയറിയിട്ട് ഞാൻ ഈ പെമ്പിളേറെ പുറകെ പോയി നിൽക്കത്തില്ല. അല്ലെങ്കിൽ ഇതുങ്ങൾ ആരെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ പിടിക്കുകയോ തൊടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കുകയോ ചെയ്യുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സുഖമൊന്നും ഈ ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടത്തില്ല. ആരും പറയത്തില്ല, എൻ്റെ പരിചയത്തിൽ ആരും ഇല്ല ഇങ്ങനെ. ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ പീഡിപ്പിച്ച് ഇവിടെ എല്ലാം കൊന്ന് കൊച്ചു പിള്ളേരടക്കം കൊന്നുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഈ രണ്ടുപേര് സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മീഡിയ അറ്റൻഷനും കിട്ടി ഇവിടെ കിടന്ന് മെഴുകുന്ന കണ്ടവർക്കും ഈ ഒരാളെ കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ടുള്ളൂ. മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്ത് അങ്ങനൊന്നുമല്ല. മോഹൻലാൽ ഏറ്റവും കൂടുതൽ മണ്ടത്തരം പറയുന്നത്, വേറെ സെലിബ്രിറ്റികൾ അത്രയും പറയത്തില്ല. ആ ശ്രദ്ധിച്ചു നോക്കി, ഇത്രയും പൊട്ടത്തരം കാണിച്ച വേറെ ആരാ ഉള്ളത്? ആ മുണ്ടക്കയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി, മോഹൻലാലിനെ പറ്റി ഞാൻ പറഞ്ഞെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് മോഹൻലാൽ എന്തിനവിടെ പോയി, അതിന് ഉത്തരം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാൾ ചെന്നിട്ട് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളോട് സംസാരിക്കും. ഒരു പദവി മാത്രമേ ഉള്ളൂ ഇയാൾക്ക്, അല്ലാതെ ഇയാൾ മിലിറ്ററിക്കാരനൊന്നും അല്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകാനായിട്ടുള്ള ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഇല്ല. ഇനി അയാൾ മേലാൽ ഇങ്ങനത്തെ പരിപാടിക്ക് പോയ ആരെങ്കിലും പറയും, തികറി വിളിക്കും, ഇനി ആൾ കല്ലെടുത്തെറിയും. ഞാൻ അവിടെ ഉണ്ടാകുന്ന ഉറപ്പാന്ന് ചെളിവാരി പറഞ്ഞു, ഉറപ്പാ. അല്ലെങ്കിൽ ഇയാൾ വെളിവില്ലല്ലോ, ഇയാൾ എവിടെയും ചെന്ന് കയറുക, വേഷം കെട്ടിയൊക്കെ നടക്കാൻ മടിയൊന്നുമില്ല. കോമാളി വേഷം കെട്ടുന്ന പോലെ ഈ മിലിറ്ററി വേഷം കെട്ടിയതാണ്. അത് കണങ്ങാവൽ പോയി കണ്ടു, പക്ഷെ ഭയങ്കര പന്ന പടമാണ്. മമ്മൂട്ടി ആയതുകൊണ്ട് അത് പന്നയായിപ്പോയി. അതും പ്രത്യേകിച്ച് ഹ്യൂമനൈസർ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് പുള്ളിക്കാകെ 4 ബട്ടൺസും തുറന്നിട്ടിരിക്കാനേ പറ്റുള്ളൂ. അതൊക്കെ എന്ത് പോരായ്മ എന്നറിയാം. സിനിമ ഭയങ്കര വൃത്തികെട്ടൊരു സിനിമ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തൂങ്ങിപ്പോയി ഇത് കണ്ടിട്ട്. എന്നിട്ട് മമ്മൂട്ടി ഇങ്ങനെ ഭയങ്കര കോമഡി ഉണ്ടായിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട്. സിഗരറ്റിന്റെ പുക അകത്തോട്ടൊന്നും പുള്ളിക്ക് എടുക്കാൻ വയ്യ. പുള്ളി ആദ്യത്തെ പോലെ അഭിനയിക്കുന്നു, ഇങ്ങനെ കാണിക്കും. പിന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പുള്ളി ഒരു കഴുത്തേലൊരു കുരുക്കിടുന്നുണ്ട്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ കൊല്ലുന്ന ആളെക്കാൾ കൂടുതൽ കഷ്ടപ്പാട് ആ സിഗരറ്റ് വലിക്കുന്നതല്ല എനിക്ക് തോന്നിയത്. ഞാൻ ഇതെന്തോ ഒരു വലിയ പടം വന്നല്ലോ, കാന്താരയോ, അതിന് ഞാൻ ഇവിടെ വന്ന് തിയേറ്ററിൽ കയറിയിട്ട് 15-20 മിനിറ്റ് ഇറങ്ങിപ്പോയി. നലറുവോ കുപ്പുവോ അണ്ട് കാണിക്കുന്ന ഒരുത്തൻ. അയ്യേ കഷ്ടം. ഹലോ ഹായ് എവരിവൺ, വെൽക്കം ടു മൈൻഡ്സ്കേപ്പ്. ഇറ്റ്സ് മീ ശില്പ. ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു അടിപൊളി കണ്ടന്റ് ക്രിയേറ്റർ ആണ്, അജു അലക്സ്. അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് സ്വന്തം പേര് വേറൊരു രീതിയിൽ പറയുന്നതാണ്, ചെകുത്താൻ. അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ചെകുത്താൻ. ഹായ്. എന്താ അടിപൊളി രീതിയിൽ കണ്ടന്റ് ചെയ്യുന്നൊന്നും ഇല്ല, അങ്ങനൊന്നും ചെയ്യാറില്ല. ഫുൾ വിമർശനാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ അജു അലക്സ് അതാണ് ശരിക്കും പേര്, പക്ഷെ ഈ ചെകുത്താൻ എന്നുള്ള പേരിലാണ് കുറച്ചുകൂടെ പോപ്പുലർ ആയിരിക്കുന്നത്. ഇല്ല, ആ പേര് എല്ലാവർക്കും അറിയത്തുള്ളൂ പുറത്ത്. ഞാൻ ആ പേരിൽ പേജ് തുടങ്ങിയതും ചാനൽ തുടങ്ങിയതൊക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും അറിയത്തുള്ളൂ. എന്റെ ഈ ശരിക്കുള്ള പേര് അറിഞ്ഞു തന്നെ 4 വർഷം ഈ ഓൺലൈനിൽ ഇരുന്ന് ഈ അഭ്യാസം കഴിഞ്ഞപ്പോഴാണ്. അതിന് മുമ്പ് പേരെവിടെ സ്ഥലം എവിടെയാണെന്ന് ആർക്കും അറിയത്തൊന്നുമില്ല. ഞാനൊരു 2013 തൊട്ടൊക്കെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഓരോ പേജ് ഇങ്ങനെ എന്നെ ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ പൂട്ടി പോവും. അങ്ങനെ പുതിയ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കും. പിന്നെ ഇപ്പോൾ ഒരു 5-6 പേജും 5-6 ചാനലും ഒക്കെ നിരത്തി പിടിച്ചുണ്ടാക്കിയേക്കുന്നുണ്ട്. ഒരെണ്ണം പൂട്ടിയാൽ അടുത്തടുത്തിട്ട് ഇങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങ് പൂട്ടത്തല്ലേ, ഇത് റെസ്ട്രിക്ഷൻസ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ മൊത്തത്തിൽ റീച്ച് ഇല്ല. എന്റെ ചാനലിനൊന്നും അങ്ങനെ റീച്ച് ഉണ്ടാകത്തില്ല. പിന്നെ ഇനി വേറെ ചാനൽ തുടങ്ങി ഉണ്ടാക്കാനുള്ളൊരു മടി കാരണം ഞാനത് നിർത്തി. ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും, ഇങ്ങനെ ചെതറിച്ചിടും, ആരെങ്കിലുമൊക്കെ കാണും. അങ്ങനെ ഈ ചെകുത്താൻ എന്ന് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? വെറുതെ ഒരു രസം, ഒരു പേരിടണ്ടേ? അപ്പൊ വേറെ കുറെ നല്ലൊരു പേര് വേണ്ട ഇടാൻ, അല്ലാതെ ചുമ്മാതെ. ഞാൻ ആദ്യം ദൈവം എന്നാ ഉദ്ദേശിച്ചത്, പിന്നെ ദൈവത്തെ അത്രയും ചീത്ത വിളിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. പാവം ദൈവം ജീവിച്ചോട്ടെ. ദൈവം, ചെകുത്താൻ, ഈ 2 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ചെകുത്താൻ അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ആദ്യം ഞാൻ ഈ മതം, ദൈവവിശ്വാസം ഇതിനെയൊക്കെ എതിർത്ത് ആ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ആദ്യം അങ്ങനെയാന്ന് കണ്ടന്റ്, അല്ലാതെ വേറെ ഈ കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ സിനിമയൊന്നും അങ്ങനെ പിടിക്കത്തില്ല. അതെന്താ അത്രമാത്രം അതിനെ എതിർത്ത് സംസാരിക്കാൻ? അങ്ങനെയാണ്. ഞാൻ നേരത്തെ തന്നെ ഒരു ഇതിനകത്ത് വിശ്വാസം ഇല്ലാത്ത ആളാണ്, എത്തീസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പരിപാടിയാ എടുത്തത്. അത് അന്ന് ആരും അങ്ങനെ ചെയ്യുന്നൊന്നും ഇല്ല, എല്ലാരും പേടിക്കും ഇതൊക്കെ കണ്ടിട്ട്. അന്ന് എന്നോട് അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, അന്ന് 2 തരം പേടിയാ. ഒന്ന് ആരെങ്കിലും തല്ലുവോ എന്നുള്ള പേടി, പിന്നെ ഒന്ന് ദൈവം ശിക്ഷിക്കുമോ എന്നുള്ള പേടിയാ എല്ലാവർക്കും ഉള്ളത്.
മാത്രമല്ല ചെകുത്താന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞിട്ട് ആന്റി ക്രൈസ്റ്റ് ആയിട്ടുള്ള സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യം. അന്ന് ഇങ്ങനെ യൂട്യൂബിൽ ആരും ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആരും വന്നിട്ട് ചെയ്യുന്നില്ല. ഞാൻ ഒരു ദിവസം രാവിലെ അതും എന്താ പറയണ്ടേ, വെറുതെ ഇരുന്നൊരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങുക. അതിന് മുമ്പ് വരെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എനിക്കറിയാം. ഈ RJ VJ ഇങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട് വളരെ പ്രൊഫഷണൽ സ്റ്റൈലിലൊക്കെ ഇരുന്നാ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ ഫ്രീ ആയിട്ടുള്ള ഒരു സംസാരം ഒന്നും ആരും ചെയ്യുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാൾ വന്നപ്പോഴത്തേന് എല്ലാവർക്കും ഒരു സംശയം. പിന്നെ മുടി, താടി, കഞ്ചാവ്, ആന്റി ക്രൈസ്റ്റ്, വേദാണ്ടൊക്കെ. അങ്ങനെ കുറെ നാൾ പിന്നെ ഞാൻ കുവൈറ്റിലാകുന്നത് കൊണ്ട് വലിയ ശല്യം ഉണ്ടായില്ല. അവിടെ ഇരുന്നായിരുന്നു വീഡിയോ ചെയ്തോണ്ടിരുന്നത്. ഞാൻ ഏത് കമ്പനിയിലാണെന്ന് ആർക്കും അറിയത്തില്ല, ഏത് രാജ്യത്താണെന്ന് അറിയത്തില്ല. എന്റെ കമ്പനി മലയാളികൾ കുറവാണ്, ആകെ 3 പേരൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പുറത്തുള്ളവർ അറിയുന്നില്ല ഇത് എവിടെയാണ്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴാണ് പലരും അറിഞ്ഞു തുടങ്ങിയത്. ഈ പുറത്തൊക്കെ വെച്ച് കാണുന്നവർ അറിഞ്ഞത് ഞാൻ ഇന്ന നാട്ടിലാണ് ഉള്ളതെന്ന്. അത് കഴിഞ്ഞ് പിന്നെയും കുറെ വർഷം കഴിഞ്ഞിട്ട്, അല്ല ആ 4 വർഷമൊക്കെ 4-5 വർഷമായപ്പോഴാണ് പേരൊക്കെ അറിഞ്ഞ ആൾക്കാർ. അത് പക്ഷെ അന്ന് അത്രയും ഇത് ഈ സോഷ്യൽ മീഡിയ അത്ര പോപ്പുലർ അല്ല. ഞാൻ ഈ 2015-16 വരെയൊക്കെ പറയുമ്പോൾ ഇവിടെ ജിയോ ഒന്നും ഇല്ല. ഞാൻ പണ്ടേ വീഡിയോ എടുത്തുള്ളൂ, അധികം ഫോട്ടോയിലൊന്നും എഴുത്ത് കുത്താവുന്നില്ല. അപ്പൊ അതുകൊണ്ട് അന്നൊക്കെ ഉണ്ടാകുന്ന ഈ ICU പോലത്തെ ഏതോ ഗ്രൂപ്പൊക്കെ ഉണ്ട്, അവർ ഈ പോസ്റ്ററൊക്കെ ഉണ്ടാക്കി ഇടുന്ന കാലമാണ്. ഫോട്ടോസ് ഗൾഫിൽ ഈ നെറ്റ് കുറച്ചുകൂടെ ഉള്ളത് കൊണ്ട് വീഡിയോ ഇടാൻ പറ്റും. അപ്പൊ ഗൾഫിലുള്ളവർ ആദ്യം കാണുവാന്ന്. പിന്നെ ജിയോ വന്നപ്പോഴാണ് ഈ നാട്ടിൽ അറിയാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഇവിടെ ഉള്ളവരൊന്നും വീഡിയോ ഒന്നും കാണത്തില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് നാട്ടിലെല്ലാം കൂടി ഇതേപോലത്തെ കണ്ടൊക്കെ കണ്ട് ഞാൻ എന്തോ പറഞ്ഞു, എന്തോ വൈറലായി, എന്തൊക്കെയോ പ്രശ്നങ്ങളായി. അതൊക്കെ ചിലപ്പോ മോഹൻലാലിനെ പറ്റിയോ വല്ല മതമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് ഓരോ സമയത്ത് ഓരോന്നാ. ഏറ്റവും ഫസ്റ്റ് റീച്ച് കിട്ടുന്ന ഒരു കണ്ടന്റ് ഏതായിരിക്കും? അത് ഫസ്റ്റ് വീഡിയോ തന്നെ റീച്ച് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആരും അങ്ങനെ ഒന്നും പറയുന്നില്ല. ഞാൻ ഈ മതവും ഈ പാസ്റ്റർമാരെയൊക്കെ എടുത്തിട്ട് അലക്കുവാന്ന്, അച്ഛന്മാരെ ഇവരുടെ സ്പീച്ച് എടുക്കും. ഇപ്പൊ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ലേ, അതുപോലത്തെ സാധനം കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അവർ ഓരോന്ന് പറയുന്നത് കുറച്ച് ഒരു വാക്കൊക്കെ ഉപയോഗിച്ച് ആ ചെറിയ ഒരു വേർഡ് ഉപയോഗിക്കും ഞാനിങ്ങനെ കുറച്ച് പഞ്ച് കിട്ടാൻ വേണ്ടി. അതൊക്കെ ഒരു അച്ഛന്മാരുടെയും പാസ്റ്റർമാരുടെയും ഒക്കെ നേരെ ആരും പറയുന്നൊന്നുമില്ല. അപ്പൊ അതൊക്കെ കേട്ട് എല്ലാവരും ഞെട്ടി, അതൊന്നും ഭയങ്കര സംഭവമായി. അത് ആദ്യത്തെ. അത് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞ് ഈ മോഹൻലാലിന്റെ ഒക്കെ ഇത് സിനിമയൊക്കെ എടുക്കാൻ തുടങ്ങി. എനിക്ക് ഏകദേശം 1 ലക്ഷം ഈ പേജ് ഫോളോവേഴ്സ് ആയപ്പോഴാണ് ഞാൻ അത് ചെയ്ത്. അപ്പോഴേ അതിനേക്കാൾ വലിയ പ്രശ്നം. ഞാനോർത്ത് മതമൊക്കെ ആയിരിക്കും ഇവിടെ പ്രശ്നമെന്ന്. അതല്ല, ഇവരും പ്രശ്നക്കാരാ. ഇതെല്ലാം ഒരു ടൈപ്പ് ആൾക്കാരാണ് ഇതിനെയൊക്കെ ഫോളോ ചെയ്യുന്നത്. വിശ്വാസം, ആരാധന ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് എതിരാണ്. പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വ്യക്തിഹത്യയിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തികളെ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആകുമായിരിക്കും, അതെനിക്കറിയത്തില്ല. വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ പറയുന്നത്. ആ വ്യക്തി എന്ത് ചെയ്യുന്നു അതിനെപ്പറ്റി പറയുമ്പോൾ അയാൾക്ക്, ഞാനൊരിക്കലും ഇയാളെ ഒരു മനുഷ്യനെ അങ്ങനെ ചെന്ന് കയറി ഇയാളുടെ ഒന്നും എടുത്തുകൊണ്ട് വരുന്നൊന്നുമില്ല. ഒരു ഇൻസിഡന്റ് ഉണ്ടാവും, അവരെന്തെങ്കിലും പറയും, എന്തെങ്കിലും ചെയ്യും. അപ്പൊ അതിനെപ്പറ്റി കമന്റ് ആയത് ശരിക്കും മനസ്സിലായല്ലേ. ആ കമന്റ് ശരിക്കും ഈ പറഞ്ഞ പോലെ അവരുടെ അത് വിമർശിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. ഓപ്പോസിറ്റേ പറയത്തുള്ളൂ. നല്ലതെന്ന് കണ്ടാൽ പറയേണ്ട കാര്യമൊന്നുമില്ല. നല്ല ചെയ്യുന്നവർ നല്ല ചെയ്തോളൂ, അവരെ പ്രത്യേകം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതേ ആള് ഭയങ്കര നല്ല. ഇനി ഇതൊക്കെ കാണുമ്പോൾ പറയണം. അത് ചിലർ ഇവിടെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ആൾക്കാർ. ഈ സിനിമ നടനെ പോലത്തെ ആൾക്കാർക്ക് എന്തോ അറിയാം, അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ പൊക്കി പിടിച്ചു നടപ്പുണ്ട്. ആദ്യമൊക്കെ വലിയ പാടായിരുന്നു, ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇത് കേട്ട് കഴിഞ്ഞാൽ. ഇപ്പൊ ഉള്ളവർക്കെല്ലാം മനസ്സിലായി ഇവരൊക്കെ ആരാന്നൊക്കെ. അത് ഒത്തിരി കാലം എടുത്തു ഇവർക്ക് മനസ്സിലാവാൻ. എനിക്ക് പക്ഷേ ഈ തുടക്കത്തിൽ ഇതിനകത്ത് ഈ ഫീൽഡിലുള്ളവരെ അറിയാം, ഇവരൊക്കെ നേരത്തെ അറിയാം. ഇനി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലാതെ അറിയാൻ പറ്റുന്നുണ്ട്. ഈ സിനിമാ മേഖലയിലുള്ളവരായിട്ടൊക്കെ ഒത്തിരി സൗഹാർദ്ദങ്ങൾ ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഇന്ന് ഈ ഇന്റേണൽ ഇഷ്യൂസ് ഒക്കെ അറിയാം. അപ്പൊ നമുക്ക് ഇവരെ പറ്റി വലിയ ധാരണ ഇല്ല പണ്ട് തന്നെ. ഈ സിനിമാ മേഖലയിൽ തന്നെ ആരെങ്കിലും വന്നിട്ട് ഈ പരിപാടി നിർത്താൻ വേണ്ടിട്ട്, സിനിമ മേഖല മാത്രമല്ലടോ, ഈ പാസ്റ്റർ, അച്ഛന്മാര്, ഇവരുടെ എല്ലാം ഞാൻ ഈ സോഷ്യൽ മീഡിയ ഉണ്ടായപ്പോ വന്ന് പരിപാടി അവതരിപ്പിച്ചല്ല ഒന്നാമത്. ഞാൻ ഇതിനു മുമ്പും, അതായത് കോളേജ് പഠിക്കുമ്പോൾ തൊട്ടേ എന്നെ കൊണ്ട് പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ എല്ലായിടത്തും കയറി ഇടപെട്ട് നാട്ടിലെല്ലാം ഇടപെടുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓരോ സ്ഥലത്തെ അറിയാൻ പറ്റും എന്തൊക്കെയാ നടക്കുന്നത്. അതിനു മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പത്രത്തിലൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് പലതും. അത് കഴിഞ്ഞ് പിന്നെ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഞാൻ അതിനകത്ത് പറയാൻ തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. അതിന് മുമ്പുള്ളത് കണ്ടിട്ടുള്ളവർക്ക് അവർക്കൊന്നും വലിയ അതിശയം തോന്നിയിട്ടില്ല എന്നെ കണ്ടിട്ട്. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ കുറവാണ് ആൾക്കാർ പറയുന്നത്, വലിയ ശല്യം ഇല്ലെന്ന്. മറ്റേ നേരിട്ടൊക്കെ ശല്യം ഉണ്ടാക്കും അവിടെ ചെന്നിട്ട്. ശല്യം എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ഇടപാട് പ്രശ്നമാ. എന്തിനും കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇടപെടുന്നേ, എന്നിട്ട് അത് കുഴപ്പങ്ങളാക്കി മാറ്റാൻ പറ്റും. ഒരു സീൻ ഇപ്പം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ, എന്താ മേക്ക് എ സീൻ എന്നൊക്കെ പറയത്തില്ല പണ്ട്, എന്ന് പറഞ്ഞാൽ ആക്കാൻ പറ്റും. പിന്നെ ഞാൻ അങ്ങ് കയറി അങ്ങ് ചെല്ലും.
അത്രേ ഉള്ളൂ. ഇനി ഇത് വന്നേ പിന്നെ ഇച്ചിരി സമാധാനമുണ്ട്, നമുക്ക് പറഞ്ഞ് അങ്ങനെ വിടാം, എല്ലാം കണ്ട് എല്ലാത്തിനെ പറ്റി ഒരു അഭിപ്രായമൊക്കെ പറയാം. ഉം. അങ്ങനെ തുടങ്ങിയതാ. പക്ഷെ സിനിമ കണ്ടിട്ടും കാണാതെ അഭിപ്രായം പറയാറുണ്ട്. കാണാതെ പറയുന്നത് ശരിക്കും ഞാൻ റിവ്യൂ എന്ന് പറഞ്ഞ ടൈറ്റിൽ ഇട്ടിട്ട് വെറുതെ ഇടുന്നേ ഉള്ളൂ. ഉം. ശരിക്കും അത് കാണാതെ പറയുന്നത് സിനിമയെ പറ്റി അല്ല, ഉം. അത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ടൈറ്റിലും ഇട്ട് അപ്പൊ റിവ്യൂ. ആൾക്കാരെ എന്തിനാ പറ്റിക്കുന്നേ? അത് അവന്മാരെ കാണുന്ന ഈ പൊട്ടന്മാരാ, അപ്പൊ ബുദ്ധിയും ബോധം ഇല്ലാത്തവരല്ലേ റിവ്യൂ എന്നൊക്കെ പറഞ്ഞ സാധനം തുറന്ന് നോക്കിയിട്ട് സിനിമ ഉണ്ടോ നോക്കിയോ. അപ്പൊ ബ്രോഡ് വ്യൂവേഴ്സ് മൊത്തം മണ്ടന്മാരാണെന്നാണ് മൊത്തം മണ്ടന്മാരല്ല, മണ്ടന്മാർ അവിടെ വരുന്നുണ്ട്. ആ മണ്ടന്മാർക്കുള്ളത് തന്നെയാണ്. അവരെ പറ്റിക്കുകയൊക്കെ ചെയ്യും. ഈ റിവ്യൂ ആണെന്നും പറഞ്ഞുകൊണ്ട് പടം കാണാതെ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യും. അത് ഞാൻ തന്നെ പറഞ്ഞത് പടം കണ്ടിട്ടില്ലെന്ന്. അല്ലാതെ ആര് പറഞ്ഞു ഞാൻ പടം കണ്ടോ ഇല്ലയോ എന്ന്? കണ്ടിട്ടാണോ കാണാതെ ആണോ പറയുന്നത് എങ്ങനെ അറിയാൻ പറ്റി? അതാ പറഞ്ഞത് ഇവരെ പറ്റിക്കുമെന്ന്. അത് അങ്ങനെയുള്ളവർ കിടന്ന് കമന്റ് അടിക്കാനൊരു ഇത്. ഒരിടയ്ക്ക് എന്നെ പറ്റി ഇങ്ങനെ പറയും, സിനിമ കാണാതെ റിവ്യൂ. അത് അവരെ കൊണ്ട് പറയിക്കുന്ന. അല്ലാതെ ആരറിയുന്നു ഞാൻ സിനിമ കണ്ടോ ഇല്ലയോ എന്ന്? എനിക്കിപ്പോ എന്റെ കൂട്ടുകാരൻ കണ്ടു, അതിനെപ്പറ്റി 4 കമന്റ് അല്ല 50 കമന്റ് പറയാൻ പറ്റും, ഒരു ചെറിയ 2-3 സീൻ കിട്ടിയാൽ. അത് കണ്ടിട്ട് അങ്ങനെ പറയുക. ആദ്യം ഞാൻ അങ്ങനെ പറയുമായിരുന്നു, പിന്നെ ഞാൻ ഓർത്തെന്നാ പിന്നെ ഇവന്മാരല്ലേ, ഇവന്മാർക്ക് ഇരിക്കട്ടെ, അവരെന്തേലും പറയട്ടെ. അല്ലാതെ എന്തിനാ അങ്ങനെ ഒന്ന് പറയുന്ന ഒരാൾ? അത് മനസ്സിലായില്ല ഇവർക്ക്. പലതും ഇവർക്ക് പിടികിട്ടുന്നില്ലെന്നേ, ഇതിനകത്ത് എന്തോ ആൾക്കാർ ചെയ്യുന്നതെന്നോ. ഇപ്പൊ കുറെ പേർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഈ ഫേക്ക് ആയിട്ട് ചെയ്യുന്നതും അല്ലെ നമ്മൾ വെറുതെ. പക്ഷെ ഒരു സിനിമയെ കുറിച്ചൊക്കെ പറയുവാണെന്ന് വെച്ചാൽ ഒരു സിനിമയുടെ സിനിമ ചെയ്യുമ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ വന്നിട്ട് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഇല്ലാത്ത കാര്യമല്ല പറഞ്ഞത്. ഞാൻ ഈ പടം എന്തുകൊണ്ട് കാണുന്നില്ലെന്നാ പറയുന്നത്. അത് ഞാൻ തീരുമാനിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഈ പടം കാണുന്നില്ല, അതിനെപ്പറ്റിയാ പറയുന്നത്. അത് റിവ്യൂ അല്ല. ടൈറ്റിൽ റിവ്യൂ എന്ന് എഴുതിയാലും സിനിമയുടെ റിവ്യൂ എന്ന് പറയുന്നത് ഒന്നാമത് ഇവിടെ നടക്കുന്നത് പലതും റിവ്യൂ ഒന്നും അല്ല. ഒരു സിനിമ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ആ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം കഥയടക്കം വിളിച്ച് പറഞ്ഞ് ഓരോ സീൻ ബൈ സീനായിട്ട് നമ്മൾ മുറിച്ചെടുത്ത് ഇത് പറയുന്നതാണ് റിവ്യൂ. അല്ലെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്തവർ ഇപ്പോൾ ക്യാമറയോ എഡിറ്റിങ്ങോ കളറിങ്ങോ അല്ലെ സ്റ്റോറിയോ സ്ക്രിപ്റ്റോ എന്തോ ആയിക്കോട്ടെ, ഇതിനെപ്പറ്റിയൊക്കെ പറയണ്ട റിവ്യൂ എന്ന് പറയുമ്പോൾ. അല്ലാതെ ഇത് കണ്ടിട്ടൊരാൾ വന്നിട്ട് ഇതേ കൊള്ളാം സൂപ്പറാണ് ഇന്ന ആൾ അഭിനയിച്ചത് അയാൾ നല്ല അഭിനയം എന്ന് പറയുന്നത് റിവ്യൂ ഒന്നും അല്ല. അപ്പോൾ ഇവിടെ റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല ആരും. അത് പടം കണ്ടിറങ്ങി ഉടനെ പറയുന്നത് അതിനകത്തൊരു അതിനെ ഒരു എന്താ പറയുക, ആ പടത്തിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്നുള്ളൂ, അല്ലാതെ പടം റിവ്യൂ ചെയ്യുന്നില്ല ആരും. അങ്ങനെ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് കണങ്കാവലൊന്നും എടുത്ത് പറഞ്ഞാന്ന്, പക്ഷെ അതിനകത്ത് സീൻ കിട്ടിയാലേ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സീൻ ബൈ സീൻ എടുത്ത് കാണിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും അതിനകത്ത് എന്തൊക്കെ പൊട്ടത്തരമുണ്ടെന്ന്. മനസ്സിലായി? ഓരോ സീനിലും പ്രശ്നങ്ങളായി, പടങ്ങളൊന്നും അത്ര കൊള്ളത്തില്ല. പിന്നെ വെറുതെ നമ്മളൊരു ഒഴുക്ക് അങ്ങ് പറയാന്നുള്ളതേ ഉള്ളൂ. അത് കണങ്കാവൽ പോയി കണ്ടു, എനിക്ക് മമ്മൂട്ടിയുടെ അഭിനയം ഇഷ്ടമായതുകൊണ്ട് പോയതാ. പിന്നെ മറ്റേ എന്താ ബ്രഹ്മയുഗം ഡയറക്ട് ചെയ്ത ടീമാന്നൊക്കെ പറഞ്ഞ് ചെന്ന് കയറിയതാ. പക്ഷെ ഭയങ്കര പന്ന പടമാണ്. മമ്മൂട്ടി ആയതുകൊണ്ട് അത് പന്നയായി പോയി. മമ്മൂട്ടി ആയതുകൊണ്ട് മോശമായി പോയി. അല്ലാതെ വേറെ ഏതെങ്കിലും ഡ്രാമയൊന്നും അല്ല, പുതിയൊരു ആളെ ഇറക്കി ആ ക്യാരക്ടർ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാന്ന്. പക്ഷെ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയതാണ്, അത്രയും പോപ്പുലർ ആയിട്ടുള്ള നടനാണ്. അതുകൊണ്ട് കാര്യമില്ല, മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത റോളാ പുള്ളി ചെയ്തത്. കാരണം മമ്മൂട്ടിക്ക് സ്ക്രീനിൽ ഇമേജ് വേണം, നാട്ടിൽ ഇമേജ് ഉണ്ട്. ആ ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അയാൾക്ക് ഒരിക്കലും ഒരു സീരിയൽ കില്ലറായിട്ടൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല. അതും പ്രത്യേകിച്ച് ഹ്യൂമനൈസർ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് പുള്ളിക്ക് ആകെ 4 ബട്ടൺസും തുറന്നിട്ടിരിക്കാനേ പറ്റുള്ളൂ. അതൊക്കെ എന്ത് പോരായ്മ എന്നറിയാം. സിനിമ ഭയങ്കര വൃത്തികെട്ടൊരു സിനിമ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തൂങ്ങിപ്പോയി ഇത് കണ്ടിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് പാട്ട് നല്ലതാ, ഭയങ്കര നല്ല പാട്ടുണ്ടാകും. അല്ലാതെ ഒന്നും കൊള്ളത്തില്ല. വേറെ കാസ്റ്റിംഗ് ആണ് ഏറ്റവും മോശം. വിനായകനും കൊള്ളത്തില്ല എന്ന്, മമ്മൂട്ടിയും കൊള്ളത്തില്ല. പിന്നെ കുറെ പെണ്ണുങ്ങൾ അതുവഴിയൊക്കെ വന്ന് പോകുന്നുണ്ട്, ആരാന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ അഭിപ്രായം പറയുന്നത്. ഞാനത് ഒരുപാട് വീഡിയോ ഇട്ട് അതിനെ പറ്റി നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒത്തിരി കുഴപ്പമുണ്ട് പടത്തിൽ. അത് മമ്മൂട്ടി ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പോയി. മനസ്സിലായി? നമ്മൾ വിചാരിച്ച പോലെ അല്ല പടം. അവര് ആകെ ഉള്ളത് ഈ മമ്മൂട്ടി ഒരു നെഗറ്റീവ് ചെയ്തെന്ന്. അതിനിപ്പോ ഞാനെന്ത് വേണം? മമ്മൂട്ടി നെഗറ്റീവ് പോസിറ്റീവ് ചെയ്യുന്നത്? മമ്മൂട്ടി നെഗറ്റീവ് ചെയ്യുന്നത് ചേട്ടന് കാണാൻ വേണ്ടി മാത്രമല്ലല്ലോ. അല്ല, മനസ്സിലായി. അതൊരു വെറൈറ്റി ആണെന്ന് പറഞ്ഞാൽ സിനിമയൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെന്നാ പറഞ്ഞു. അയാള് ചെയ്തിട്ടുണ്ട്, ചെയ്ത വൃത്തിയാണ് ഞാൻ പറഞ്ഞേനെ കൊള്ളാന്ന്. ഇപ്പൊ ബ്രഹ്മയുഗം നെഗറ്റീവാ, അത് നല്ലതാണ്. അതിനകത്ത് അഭിനയിക്കാനുണ്ട്. ഇതിനകത്ത് ഇയാൾക്ക് പറ്റത്തില്ല, ഇയാൾക്ക് പറ്റാത്തൊരു റോളാണ് പുള്ളി ചെയ്തേക്കുന്നത്. അടുത്ത പ്രാവശ്യത്തെ അവാർഡിന് ചാൻസ് ഉണ്ടെന്ന് പറയുന്ന മൂവി ഇവിടെ അങ്ങനെ മോഹൻലാലിന് പത്മഭൂഷണം വേണ്ട കൊടുത്തല്ലോ. ഇതൊന്നും വലിയ കാര്യമൊന്നും. അതൊന്നും അവാർഡിലൊന്നും ഒരു കാര്യമില്ല. ഇവിടെ അല്ലു അർജുനൊക്കെ അവാർഡ് കിട്ടുന്നുണ്ട്, പിന്നെ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുന്നതിന് എന്തോ കുഴപ്പം? അല്ലു അർജുൻ ഇങ്ങനെ നിലത്ത് കിടന്ന് ഇഴയുകയൊക്കെ ചെയ്യും, അതിനൊക്കെ അവാർഡ്. പിന്നെ വേറെ ആരണ്ടൊക്കെ കഴിഞ്ഞിടയ്ക്ക് ഇനി അയാൾക്കൂടെ കൊടുത്താൽ ബാലയ്ക്ക് വല്ലതും കിട്ടിയാന്നോ? ബാലയ്ക്ക് അവാർഡ് ഉണ്ടാവും ഉറപ്പായിട്ടും. ആള് തന്നെ അല്ലേ ഒരെണ്ണം ഉണ്ടാക്കും. നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. ബാലയ്യ എന്ന് പറഞ്ഞാൽ മറ്റേ തെലുങ്കിലൊരു ബാലയല്ലേ? ആ കേസൊക്കെ എന്തായി? അത് നടക്കുന്നുണ്ട്. അത് കേസൊക്കെ പോലീസുകാര് കൈക്കൂലി മേടിച്ചിട്ട് നമുക്ക് വേണ്ടി FIR ഒക്കെ ഇട്ട് തെറ്റിച്ച്, അതുകൊണ്ട് കേസിന് വലിയ വിലയില്ലാണ്ടായിപ്പോയി.
തോക്കെന്ന് പറഞ്ഞ സാധനം അവർ നമ്മൾ അത്രയും മീഡിയ അടക്കം മുന്നിൽ എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അവർ FIR തോക്ക് ഇട്ടിട്ടില്ല. തോക്ക് വെച്ച് കഴിഞ്ഞാൽ ആംസ് ആക്ട് വരും. അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഒക്കെ വേണം. അല്ലാതെ ചുമ്മാതെ 3 ദിവസം കഴിഞ്ഞ് തോക്കുണ്ടോ എന്ന് ചോദിച്ച കണക്കല്ല. അത് പോലീസുകാർ കൈക്കൂലി മേടിച്ചിട്ട് മാറ്റിയതാണ്. അല്ലാതെ വേറെ ഇൻഫ്ലുവൻസ് ബാലയ്ക്കില്ല. ബാല അത്ര വലിയ സ്റ്റാർ. മോഹൻലാലാണെങ്കിൽ ഓക്കെ, മോഹൻലാലിൻ്റെ ഒരു ആരാധകനാണ് എന്നെ അന്ന് അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരു CI, അയാൾ കള്ള ഒരു CI ആയിരുന്നു. പോലീസെന്ന് പറയാനേ കൊള്ളത്തില്ല. അയാൾ പിന്നീട് ഉണ്ടാക്കിയ കേസുകളെല്ലാം ഒത്തിരി വാർത്ത വന്നു. ഇപ്പം ഇന്ന് ലേറ്റസ്റ്റ് പോസ്റ്റ് അതാ, പുള്ളി ഒരു പോക്സോ കേസിലെ പ്രതിക്ക് ജാമ്യം നിന്നു. അതിനു മുമ്പ് മോഹൻലാലിൻ്റെ കൂടെ ശബരിമലയിൽ പോയി നാണം കെട്ടു. തിരുവല്ലയിൽ തന്നെ ഒരു MDMA കേസ് പിടിച്ചിട്ട് അയാൾ അച്ഛനും മോനും കൂടെ MDMA കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞ് കള്ളവാർത്ത അടിച്ചു വിട്ടു. എന്നെപ്പറ്റി ഞാൻ ഒളിവിലാണെന്നും എന്നെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് കള്ളവാർത്ത വിട്ടതും ഇതേ സുനിൽ എന്ന് പറഞ്ഞൊരു CI തിരുവല്ലയിലുണ്ടാകുന്നത്. അയാൾ നാണം കെട്ട് നാറിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോലീസുകാർ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കും. ഇത് പക്ഷെ ബാലയുടെ കേസ് വരുമ്പോൾ ബാല കാശ് കൊടുത്തത് മേടിച്ചവരാരെങ്കിലും ആണെങ്കിലേ ഉള്ളൂ. അല്ലാതെ ആരാധകരൊന്നും ബാലയ്ക്കില്ല ഇവിടെ. ബാല ശരിക്കും എന്തിനാണ് അന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത്? ബാലയ്ക്ക് സുഖമില്ലായിരുന്നു, അതായിരിക്കും. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല, എന്തോ കുഴപ്പമുണ്ട്. അല്ലാതെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ വരുമോ? ഏതെങ്കിലും ബോധവും വെളിവുള്ള മനുഷ്യർ ചെയ്യുന്ന പണിയല്ലല്ലോ. അവൻ ചിലപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഇതൊക്കെ നടക്കുമായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു രീതിയിൽ പുള്ളി കേരളത്തിൽ വന്ന് ഇടപെട്ടതാ. പിന്നെ ഇടയ്ക്ക് ഇളകി അവൻ എന്തോ സംഭവം എന്നൊക്കെ തോന്നിക്കാണും. പുള്ളി അതുകൂടാതെ ഇവിടെ മാത്രമല്ല, അവൻ പലരെയും തല്ലുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പും പുള്ളി ഇതേപോലത്തെ പരിപാടി കാണിക്കുന്നുണ്ട്. അത് പിന്നീട് എൽസവത്തിൻ്റെ ഒക്കെ ഇഷ്യൂ, മറ്റേ ബാലയുടെ കൊച്ചു വന്ന് വീഡിയോ ഇട്ട സമയത്ത് പലരും വന്ന് പറയുന്നുണ്ട്, ഒരുത്തൻ കർണക്കുറ്റി അടിച്ച് പൊട്ടിച്ചു, അതാക്കി ഇതാക്കി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരാള് അവൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത ഒരാൾ, അവന് ജിജേഷ് എന്ന് പറഞ്ഞ ഒരാൾ, അവനെ പറ്റി കുറെ പറയുന്നുണ്ട്. അവൻ അടിയും പിടിയും ഉള്ളതാണ്. അവൻ ഒത്തിരി അടുത്ത് നിന്ന് അടി കൊടുക്കുന്നുണ്ട്, മേടിക്കുന്നുണ്ട്. അപ്പൊ അതൊരു സ്ഥിരം പരിപാടിയാണ്. പിന്നെ എപ്പോഴെങ്കിലും ബാലയായിട്ട് സംസാരിച്ചിട്ടുണ്ടായില്ല? ബാലയായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല. അന്ന് ഒരു പ്രാവശ്യം ഫോൺ വിളിച്ചപ്പോ എന്നെ അല്ല വിളിച്ചത്, അവൻ ആരെയോ വിളിച്ചു. അപ്പൊ ഞാനിത് അറ്റൻഡ് ചെയ്തു. ആറാട്ടണ്ണനെയാണോ? ആറാട്ടണ്ണല്ല, എനിക്കൊന്ന് മാക്കിനെ ആണ്ട് വിളിച്ചപ്പോ ഞാൻ അറ്റൻഡ് ചെയ്ത്. അപ്പൊ അവനിങ്ങനെ എന്തോ പറയുന്നു, എന്തോന്നൊക്കെ ചോദിച്ചിട്ട് വെച്ച് ഞാനത് കേൾക്കാൻ നിന്നില്ല. അപ്പോഴത്തേന് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ പോലീസ് സ്റ്റേഷൻ അങ്ങനെയൊക്കെ പോയി. പക്ഷെ പോലീസുകാർ അവിടെ കള്ളത്തര കാണിച്ചത്. നമുക്ക് ഒരു 10-11-12 മണി വരെയൊക്കെ അവിടെ വെറുതെ പിടിച്ചിരുത്തിയിട്ട് 4 മണി 3 മണിക്കാണ്ട് അവർ FIR ഇടുന്നു. അപ്പൊ തന്നെ എന്തിനും കിട്ടിക്കാണും കിട്ടേണ്ടവർക്ക്. എന്നിട്ട് അവരതിനകത്തുനിന്ന് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഒഴിവാക്കി, തോക്ക്. അത് തോക്കുണ്ടെന്നൊക്കെ ഞാനൊക്കെ ഒരു തോക്കുമായിട്ട് ഇവിടെ എങ്ങാനും വന്ന് കളിത്തോക്ക് കൊണ്ടിരുന്നു താനൊന്ന് വിളിച്ച് ഇപ്പം പറയാമോ? ഇല്ലാത്ത തോക്ക് അവരുണ്ടാക്കി എന്നെ അറസ്റ്റ് ചെയ്യും. മനസ്സിലായോ? ആ വ്യത്യാസമേ ഉള്ളൂ. അത് എല്ലാവർക്കും മനസ്സിലാവും. അത് ആർക്കും മനസ്സിലാവാത്ത ഇതൊക്കെ. ഇതിനൊക്കെ ചെറിയ കേസിന് തൊപ്പിയുടെ കഥ പൊട്ടിപ്പൊളിച്ചല്ലോ പോലീസുകാർ. ചെകുത്താനെ അറസ്റ്റ് ചെയ്തു, ആറാട്ടനെ പിടിച്ച് 17 ദിവസം ജയിലിലിട്ടു. എന്ത് ചെയ്തിട്ടാ? എന്തോ എഴുതി. അതിനകത്ത് ആ എഴുതി നിൽക്കുന്നതിനകത്ത് ആരെയും വ്യക്തിപരമായിട്ടോ മലയാള സിനിമയൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ അത് അവർ കംപ്ലൈന്റ് ചെയ്തപ്പോൾ പോലീസുകാർ അതിനനുസരിച്ച് പണിയെടുക്കുക. അത് പൈസ കിട്ടിയിട്ടാണോ എന്തോ എന്നറിയത്തില്ല. ചിലപ്പോൾ അവർക്ക് അല്ലാതെ ഇവർക്ക് വലിയ ഫാൻസ് ആണോ എന്നറിയത്തില്ല. പക്ഷെ പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവരവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതല്ലല്ലോ. അങ്ങനെ അവർ ആ ഡ്യൂട്ടി എല്ലായിടത്തും ഒരുപോലെ ഉണ്ട്. ഇത് തിരിച്ചും മറിച്ചും വരുമ്പോൾ എങ്ങനെയാ ഇത് മാറുന്നെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്നെ പറ്റി ആ മുണ്ടക്കയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി, മോഹൻലാലിനെ പറ്റി ഞാൻ പറഞ്ഞെന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞ എന്തോ ആണ്, പോലീസ് കേസെടുത്ത എന്തോ ആണ്, മീഡിയ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ 3-3. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് മോഹൻലാൽ എന്തിനവിടെ പോയി, അതിന് ഉത്തരം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അയാള് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തത്, എല്ലാവരും അത്രയും മാനവേഴ്സ് വേസ്റ്റ് ആക്കി. 350 മണിക്കൂറോളം ഞാൻ TV തന്നെ ഹെഡ് കൗണ്ട് ചെയ്താൽ കിട്ടും പട്ടാളക്കാരുടെ ചുറ്റും നിൽക്കുന്നു വെറുതെ. പിന്നെ ഇയാൾ ചെന്നിട്ട് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളോട് സംസാരിക്കുന്നു. അവരവിടെ പണിയെടുത്തോണ്ടിരിക്കുക. ഒരിക്കലും ഒരു പദവി മാത്രമേ ഉള്ളൂ ഇയാൾക്ക്, അല്ലാതെ ഇയാൾ മിലിറ്ററിക്കാരനൊന്നും അല്ല. അല്ല സിനിമ നടനാണോ മിലിറ്ററിക്കാരനാണോ എന്ന് വെച്ചാൽ ആൾക്കാരെ അത് പിന്നെ അപ്പോൾ അങ്ങനെ പുള്ളി ഉടുപ്പിട്ടപ്പോൾ മിലിറ്ററി എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയേ ഉള്ളൂ. അല്ലാതെ അയാൾ ഒരു പട്ടാളക്കാരനേ അല്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകാനായിട്ടുള്ള ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഇല്ല. പ്രത്യേകിച്ച് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് വന്ന സ്ഥലത്തോട്ട് ആവശ്യമില്ലാത്ത ആരും കയറി ചെല്ലാൻ പാടില്ല. അപ്പൊ അത്രയും ടൈം ഇയാൾ ചെന്നുകൊണ്ട് വേസ്റ്റ് ആയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ടേക്കും. പിന്നെ ഈ വേഷം കെട്ടി ചെല്ലുന്നത്, അത് അതിനകത്ത് കയറണമെങ്കിൽ അയാൾ ഈ വേഷം കെട്ടി ചെന്ന് ഇങ്ങനെയൊക്കെയുള്ള പ്രദർശനങ്ങൾ കാണിക്കാൻ പറ്റിയൊരു സ്ഥലമേ അല്ലത്. അവിടെ ചെന്നതിനെ പറ്റി പറയുന്നതിന് പിന്നെ ഈ കണ്ടന്റൊക്കെ കയറി വല്ലവനൊക്കെ കയറി കൈകാര്യം ചെയ്ത് അലമ്പായാൽ ഇത് പോയിന്റ് ചെയ്യുന്നത് പല സ്ഥലത്തോട്ടോ. ഒന്നാം മിലിറ്ററിക്കാർക്ക് കാണക്കേടുണ്ട്. കാരണം അവരൊരിക്കലും ആ കൃത്യനിർവഹണത്തിൽ നിന്ന് തിരിച്ച് വരാൻ പാടില്ല. അവരുടെ ഓപ്പറേഷൻ അവർ ഹോൾഡ് ചെയ്തിരുന്നു. കുറേ സമയം അവർ ഇതിന്റെ പുറകെ വന്നു. ഇത് സെലിബ്രിറ്റി വന്നുകൊണ്ടാണ്. അല്ലാതെ ഒറിജിനൽ ഒരു കേണല വരുന്നെങ്കിൽ അവനെ നിർത്താൻ പോലെ ആൾ സമ്മതിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ കൃത്യനിർവഹണത്തിന് തടസ്സം നേരിട്ടുണ്ട്. ഞാൻ ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ കണ്ടിട്ടുള്ളത്. ഞാൻ UN ലെറ്റർ ഉണ്ടാക്കി വെച്ചു.
പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. കാരണം അങ്ങോട്ടൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഡൽഹിയിലൊക്കെ പോകേണ്ടി വരും ഇതും പറഞ്ഞു. എനിക്ക് ഹിന്ദി ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയാം, പക്ഷെ നമുക്ക് പൈസ അത്രയും ചിലവാക്കി ഇതിൻ്റെ ഒന്നും പുറകെ പോയിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. അതൊക്കെ ഇവർക്ക് പറയാന്നുള്ളതേ ഉള്ളൂ, പറഞ്ഞു കണ്ട് മനസ്സിലാവണം. ഇനി അയാൾ മേലാൽ ഇങ്ങനത്തെ പരിപാടിക്ക് പോകരുത്. പോയ ആരെങ്കിലും പറയും, തെറി വിളിക്കും, ഇനി ആൾക്കാർ കല്ലെടുത്തെറിയും. ഞാൻ അവിടെ ഉണ്ടാകുന്ന ഉറപ്പാന്ന് ചെളിവാരി എറിഞ്ഞേന്, മോഹൻലാലിനെ ഉറപ്പാ. ഒറ്റയേറി ഇറങ്ങി പോടാന്ന് പറയും. എന്തിനാണ് നീ ഇവിടെ വന്നെന്ന് ചോദിക്കും. എന്തിനാ വന്നത് എനിക്കറിയണം അയാൾ എന്തിനാ വന്നത്. മാത്രമല്ല വേറെ കാര്യമുണ്ട്, ഞാൻ പറയട്ടെ, ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഞാനൊരു ചെളി കിടക്കുമെന്ന് വിചാരിക്കും. അപ്പൊ ഞാനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കാണാം ഒരു പട്ടാളക്കാരൻ എന്റെ നേരെ നടന്നു വരുന്നു, ഞാൻ ഇപ്പൊ രക്ഷപ്പെടുമെന്ന് വിചാരിക്കും. ഇതിനകത്ത് പെട്ട് കിടക്കുക, ചാകം കിടക്കുക. അപ്പോഴാ മോഹൻലാൽ അപ്പുറത്ത് വരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇയാൾ തിരിച്ചു പോവുക. എന്തിനാ? അയാളുടെ ചുറ്റും മട്ടം കൂടി സെൽഫി എടുത്ത് ഫോട്ടോ എടുത്ത് ഞാൻ മരിച്ചുപോയി. അപ്പൊ എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലോ. അവരവരുടെ പണി ചെയ്യാൻ വന്നെങ്കിൽ അവർ ആ പണി ചെയ്താൽ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെട്ടേനെ. അപ്പൊ അതുപോലെ വേറൊരാൾ അവിടെ ഇല്ലേ? അതുപോലെ തന്നെ മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ അപ്പനോ മക്കളോ ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുക വേറെ സ്ഥലങ്ങളിലൊക്കെ. അവർക്ക് നഷ്ടപ്പെട്ടവർ പോയോ ജീവനോടുണ്ടോ എന്ന് അറിയത്തില്ല. അതിനിടെ വന്ന് ഈ ഡ്രാമയും ഫോട്ടോഷൂട്ടും ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നാണക്കേടാണ്. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായി, പക്ഷേ ഈ പോലീസ് മീഡിയ എല്ലാവരും കൂടെ എടുത്തിട്ട് ഇത് ഡൈവേർട്ട് ചെയ്ത് എങ്ങോട്ടാണെന്നറിയോ? അതാണ് താൻ പറഞ്ഞ സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് വെച്ചത്. ഇത് ഭയങ്കര ഫ്രീഡം ഓഫ് സ്പീച്ച്, അങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യുക. പിന്നെ അങ്ങനെ പറയാമോ? മോഹൻലാലിനെ അങ്ങനെ ഞാൻ തെറിയൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ല, അതിനകത്ത് അങ്ങനൊന്നും ഇല്ല. ആ വീഡിയോ കണ്ടാൽ അറിയാം, ആ വീഡിയോ ഇപ്പോഴും എൻ്റെ ഉണ്ട്. അത് കാണിച്ച് അതിനെ മോഹൻലാലിനെ തെറി വിളിക്കാൻ പറ്റത്തില്ല. മോഹൻലാലിനെ തെറി വിളിച്ചതല്ല സീൻ, മനസ്സിലായോ? അത് ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും വന്ന് അടിക്കുകയൊക്കെ ചെയ്യും. മോഹൻലാലിനെ തെറിയൊന്നും വിളിക്കത്തില്ല. എവിടെന്നെങ്കിലും അടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, മോഹൻലാലിനെ തെറി വിളിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അത് ഒരു കള്ളക്കേസ് പോലത്തെ ഒരു കേസ് അവർ ആ സാധനം മീഡിയ അടക്കം എല്ലാവരും ഒത്തുചേർന്ന് ഇതങ്ങ് മൂടി. കാരണം ഇയാൾ അവിടെ ചെന്നതും അവിടെ നടന്ന സംഭവവും ഞാൻ വിറ്റ്നസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്, ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത്ര മോശമായി അവസ്ഥ കണ്ടത്. അതും പട്ടാളക്കാർ ഇങ്ങനെ കൃത്യനിർവഹണത്തിൽ നിന്നും പിന്മാറുക എന്ന് പറയുന്നതും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പിന്നെ പോരാത്തതിന് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായാൽ എൻ്റെ ജീവിതത്തിലും ഞാനിവിടെ കിടക്കാം, നിങ്ങൾ ആര് വേണേലും വെള്ളത്തിൽ മുങ്ങുകയോ ചെളി വീഴുകയൊക്കെ ചെയ്യാം. ആ സമയത്ത് ഇങ്ങനെയുള്ളവരവിടെ വരാൻ പാടില്ല. അതാണ് അത്രയും ശക്തമായിട്ട് പറയുന്നത്. അല്ലെ ഇനി ഈ നാറികൾ നാണം ഉളുപ്പില്ലാത്തവന്മാർ വീണ്ടും തള്ളിക്കയറി ചെല്ലും. ഇവർക്ക് സ്ഥലകാല ബോധമൊന്നുമില്ല. അയാൾക്കല്ല തന്നെ എന്താ പറയുന്നത് ചെയ്യുന്ന അറിയാത്തൊരു മനുഷ്യനാണ് മോഹൻലാൽ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ, ആരും അറിഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? പിന്നെയും ചിലപ്പോൾ ഇതുപോലെ ഞാനോ താനോ ഒക്കെ ആയിരിക്കും ചത്തുപോകുന്നത്. കാരണം ഇയാള് വെളിവില്ലല്ലോ, ഇയാൾ എവിടെയും ചെന്ന് കയറുക. വേഷം കെട്ടിയൊക്കെ നടക്കാൻ മടിയൊന്നുമില്ല. കോമാളി വേഷം കെട്ടുന്ന പോലെ ഈ മിലിറ്ററി വേഷം കെട്ടിയതാണ്. അന്ന് അങ്ങനെ പോകാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അടുത്ത് പോകാൻ പാടില്ല. അത് ഏതെങ്കിലും വിവരമുള്ളവർ ചോദിച്ചാൽ അവർ പറഞ്ഞോളും. മീഡിയ എന്നിട്ട് അത് വളച്ചൊടിച്ചുകൊണ്ട് പോയിട്ട് ഇത് എന്തോ അഭിപ്രായ സ്വാതന്ത്ര്യമാണോ, എല്ലാവർക്കും അങ്ങനെ പറയാവോ? ഒന്ന് സിദ്ദിഖ് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. സിദ്ദിഖ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വേണ്ട കിടക്കുന്നു. അയ്യോ, സിദ്ദിഖ് പറഞ്ഞ എന്താ നമുക്കൊന്നും എന്ത് ലിബർട്ടി റെഗുലേറ്റഡ് ഫ്രീഡം ആണെന്നൊക്കെ. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ മേജർ രവിയും സിദ്ദിഖും ഒക്കെ മുട്ടൻ കേസിൽ പ്രതി, ഫ്രീഡവും ഒക്കെ പറഞ്ഞുകൊണ്ട് വന്ന ആളുകളെ കാണാൻ പോലും ഇല്ല. പിന്നെ വെളിച്ചം കണ്ടിട്ടില്ല ഇമാനായും. എല്ലാവരും ഇപ്പോൾ ഒരു കമന്റ് വരിക, ചെകുത്താൻ്റെ ശാപമാ, ചെകുത്താൻ എന്തോ കൂടോത്രം ചെയ്തേക്കുക. ചിലർ മമ്മിയൊക്കെ വിളിച്ച് വെച്ചേക്കുക, നിങ്ങൾ ഏത് പള്ളിയിലാണ് പ്രാർത്ഥിച്ചത്? അതുകൊണ്ടൊന്നും അല്ലത്. ഇവർക്ക് ഇനി സ്വസ്ഥത കിട്ടാതെ പോകുന്നതിൻ്റെ ഒറ്റ കാരണം അതേ ഉള്ളൂ. ആ മരിച്ചവരോടും ആ മരിക്കാൻ കിടന്നവരോടും ചെയ്തൊരു അനീതിയുണ്ട്. ആ തെണ്ടിത്തരത്തിനെ ഹൈഡ് ചെയ്യാൻ പിന്നെയും അതിലും വലിയ തെണ്ടിത്തരം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെയൊക്കെയാ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനമൊക്കെ വരുന്ന സമയത്തായി ഇത് കണ്ടില്ലേ? അത് ആ പെണ്ണുങ്ങളുടെയൊക്കെ ശാപം, അല്ലാതെ ഞാനല്ല. മനസ്സിലായില്ലേ? അത്രയും പേരെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒന്നും ഇവർ അനുഭവിക്കാതിരിക്കുമോ? എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വരത്തില്ലേ? കർമ്മയിലൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷെ എന്നാലും ആളുകളൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എപ്പോഴേലൊക്കെ പറഞ്ഞൊക്കെ ഈ നാണം കിടന്നത്. അല്ലാതെ ആരും ഇവരുടെ വീട്ടിൽ കയറി ചെന്ന് ഇവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഇവർ ഉപദ്രവിച്ചവർ ചിലർ വന്ന് കാര്യം പറഞ്ഞപ്പോഴാണ് നാണം കെട്ടേക്കുന്നത്. അത് ഈ പറഞ്ഞവർക്കെല്ലാം ഈ പ്രശ്നമുള്ളവരുമാണ്. ഇതിപ്പോൾ എന്നിട്ട് ആ സാധനം റിപ്പോർട്ട് എന്ത് ചെയ്യും? അതും ഈ പറഞ്ഞ പോലെ എങ്ങാണ്ടൊക്കെ കൂടെ എല്ലാവരോടും കൂടി ഏതാണ്ടൊക്കെ കാണിച്ച് മുക്കിയെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇവർ ചെയ്ത സാധനങ്ങൾ അവിടെ കിടക്കുന്നല്ലേ. ആൾക്കാരോട് ജീവിച്ചിരിപ്പുണ്ട്, പലരും പല സമയത്തൊക്കെ വന്ന് പറഞ്ഞെന്നിരിക്കും. ഇതൊന്നും പോകത്തൊന്നുമില്ല. അപ്പൊ പൈസ ഇൻഫ്ലുവൻസ് ആണോ മെയിൻ? അതെ, നല്ല കാശൊക്കെ ഉണ്ട്, എന്ത് ക്രൈമും ചെയ്യാന്നുള്ള പോലെ. അപ്പൊ ദിലീപിന്റെ കേസിലോ? പറയാൻ പറ്റത്തില്ല, നമുക്കറിയത്തില്ലല്ലോ. ആ വിധി അംഗീകരിക്കുന്നുണ്ടോ? എനിക്ക് വിധിയുടെ അതിനകത്ത് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. തെളിയിക്കാൻ പറ്റുന്നില്ല, പിന്നെ തെളിയിക്കാൻ പറ്റിയില്ല, ആളെ വെറുതെ വിടാന്നുള്ളതേ ഉള്ളൂ ഇവിടുത്തെ. അല്ല എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ പിന്നെ ആ സമയത്തുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്നും ചെയ്തെന്നും ഞാനൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് വ്യക്തതയില്ല. എന്നാൽ പോലും കോടതി അങ്ങനെ തീരുമാനിക്കുന്ന വെറുതെ അല്ലല്ലോ. ഒരുപാട് എത്ര നാളെടുത്തു, 7-8 വർഷം എടുത്തിട്ട് അവരിരുന്ന് ചർച്ച ചെയ്തിട്ട് അവിടെ കഥ പറച്ചിലാണല്ലോ. കോടതി പോയാൽ നല്ല രസമാണ്.
അവരിങ്ങനെ എഴുതി വെക്കും ഓരോന്നൊക്കെ ഓരോ ദിവസം. ഇവിടെ വരെയായി, അവിടെ ഇല്ല, മറ്റവൻ പറഞ്ഞാൽ അതില്ല, ഓക്കെ ഇതില്ല, എടുത്തോണ്ട് പോവാ. ഇങ്ങനെ പറഞ്ഞു 8 വർഷം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാ ഇതിനകത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയാനാ? അതൊരു വിധിയാന്നൊക്കെ വിചാരിച്ച. അല്ല, അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്ത് ഈ പൈസ അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാ വിധി അതാ അങ്ങനെ പറഞ്ഞത്, അതിനകത്ത് എന്തോ തെളിവ് കിട്ടിയില്ലെന്നോ, വേണ്ടത്ര തെളിവുകൾ ഇല്ലായിരുന്നു എന്നൊക്കെയല്ലേ പറയുന്നേ. അതെ. അപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ എന്ത് തെളിവൊന്നുമില്ല. എന്റെ ഉണ്ടാകാൻ ഞാൻ പോയി കൊടുക്കാന്ന്. എന്റെ ഇല്ല, ആർക്കും ഒന്നും ഒട്ടും അറിയത്തുമില്ല. ദിലീപാണോ, ദിലീപിന്റെ മറ്റേ വേറെ ആരാണ്ടാണോ എന്നൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ട്. ഇനി ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നത്തിനകത്തുള്ള രസം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കൂട്ടുകാരൊക്കെ തന്നെയാണ്. അവരൊക്കെ ഒന്നിച്ചുകൂടി പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അതിനിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് കേരളത്തിന്റെ ഇഷ്യൂ ഒന്നും അല്ല. മനസ്സിലായില്ലേ? ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ പീഡിപ്പിച്ച് ഇവിടെ എല്ലാം കൊന്ന്, കൊച്ചു പിള്ളേരടക്കം കൊന്നുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഈ രണ്ടുപേര് സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മീഡിയ അറ്റൻഷനും കിട്ടി ഇവിടെ കിടന്ന് മെഴുകുന്ന കണ്ട ഓർക്കും ഈ ഒരാളെ കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ടുള്ളൂ. ആ പീഡിപ്പിക്കപ്പെട്ട അതിജീവിതം എന്ന് പറയുന്ന ഒരാൾ ഇയാളാണോ അതിജീവിതം എന്നൊക്കെ പറയുന്നത്? അപ്പൊ താൻ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഇത്രയും പൈസയില്ല, ഇൻഫ്ലുവൻസ് ഇല്ല, സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, മീഡിയ അറ്റൻഷനും കിട്ടാത്ത എത്രയോ കൊച്ചുങ്ങളും സ്ത്രീകളും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുക അല്ലെ? ഇതുകൊണ്ട് ഇതങ്ങ് കഴിയുവാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോഴും ഇന്നും നടന്നു കാണും ഒരു 5 റേപ്പ് മിനിമം. ഈ ഇതിനകത്ത് എന്താ പറയാ, ഗൂഗിളിനകത്ത് കേരള പോലീസിന്റെ സൈറ്റിൽ കയറിയിട്ട് ഈ വർഷത്തെ ക്രൈംസ് എത്ര രജിസ്റ്റർ ചെയ്ത് നോക്കിയാൽ 2 ലക്ഷമൊക്കെ കഴിഞ്ഞാണ്. അതിനകത്തൊരു കേസാണ്. അതിനകത്ത് ഏറ്റവും സിവിയർ ആയിട്ടുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള സാധനങ്ങളാണ്. മനസ്സിലായി? അതൊന്നും ശ്രദ്ധിക്കത്തില്ല, അല്ല അങ്ങനത്തെ വാർത്ത ഇവരെടുക്കത്തില്ല. ഇവിടുത്തെ മീഡിയയുടെ ഏറ്റവും വലിയ കുഴപ്പമാണ് ഇവർ വേണ്ടിടത്തല്ല പോയി നോക്കുന്നത്. ഈ ആവശ്യമില്ലാത്ത കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഈസി ആയിട്ട് അവർക്കൊരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ കിട്ടുന്ന സാധനങ്ങൾ അവർ കൂടുതൽ ഡീൽ ചെയ്യുന്നത്. അല്ല എല്ലായിടത്തും ഒന്നും പോയി എടുക്കത്തില്ല. ഞാൻ ബാലയുടെ കേസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ സ്റ്റേഷൻ നിൽക്കുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് ഞങ്ങളോട്, എടാ ഇന്നിവിടെ വേറെ കേസുണ്ട്, 2 പിള്ളേരെ ഒരപ്പം പെട്രോൾ വെച്ച് കത്തിച്ച് വന്നേക്കുന്നത്, അതിന്റെ പുറകെ പോവുക എല്ലാവരും. അപ്പൊ അതിനിടയിൽ ഇവിടെ നടക്കാൻ പോകുന്നില്ല, നിങ്ങൾ പൊക്കോളെ. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ മീഡിയക്കാർ പുറത്ത് സന്തോഷ് വർക്കിയുടെ ബൈറ്റ് എടുക്കുക. മനസ്സിലായി? സന്തോഷ് വർക്കി പറയുന്നത് എന്തോ ആണ് ഇതിനെപ്പറ്റി. ഈ ബാല കയറി സന്തോഷ് വർക്കി എന്തോ പറയുന്നതെന്ന് സന്തോഷ് വർക്കിയൊക്കെ എന്നെ അറിയത്തില്ല. അപ്പൊ സന്തോഷ് വർക്കി പറയും തോക്കുണ്ടെന്ന് പറയും, പിറ്റേ ദിവസം പറയും തോക്കില്ലെന്ന് പറയും. അവന്റെ ബൈറ്റ് എടുത്തോണ്ട് നിൽക്കുക. ഞാൻ തന്നെ നാളെ കിട്ടും. ഞങ്ങൾ പറയാൻ നേരം കഷ്ടമുണ്ട്, നമ്മളിവിടെ നിൽക്കുന്നതേ തെണ്ടിത്തരാ. കാരണം അവിടെ 2 പിള്ളേർ മരിച്ചിട്ട് അതിവർ കവർ ചെയ്യുന്നുമില്ല, അതൊന്നും മീഡിയ വന്നിട്ടും ഇല്ല. ഒരേ പോലീസ് സ്റ്റേഷനിലാണ്, അവർ അതിന്റെ വാതിക്കലാണ് നിൽക്കുന്നത്. എന്നാ പിന്നെ അതുകൂടെ ഒന്ന് പറ. അതില്ല. അത് പോലീസുകാർ പറയിപ്പിക്കാത്തതാണോ ആർക്കറിയാം എന്താന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ആൾക്കാർക്ക് നെഗറ്റീവ് അല്ല, മീഡിയ അറ്റൻഷൻ കിട്ടുന്നതുകൊണ്ട് ഈ പോലീസുകാർക്ക് ഈ പേജ് ഒക്കെ ഇല്ലെന്നേ. അവർക്കും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പരിപാടി. ഓരോ പൊട്ട പോലീസുകാരൊക്കെ ഇറങ്ങിയിട്ട് കാണിക്കുന്ന കണ്ടിട്ടുണ്ടോ മണ്ടത്തരങ്ങള്? അങ്ങനെ അവിടെ ഉണ്ട് ആറാട്ടനും പെരേരയൊക്കെ. അവരെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. മനസ്സിലായ? പോലീസുകാരുടെ ഇടയിലെ ആറാട്ടനെയും പെരേരയൊക്കെ ഇപ്പൊ അറിഞ്ഞു വരുന്നുണ്ട്, പുറത്തായി തുടങ്ങി പലരും. അപ്പൊ ആറാട്ടനും പെരേരി മണ്ടന്മാരാണെന്നാണ് പറഞ്ഞത്? മണ്ടന്മാരല്ല, അവർക്കൊരു ചെറിയ വ്യത്യാസമുള്ളവരാ. എന്താ വ്യത്യാസം? ആ വ്യത്യാസം അബ്നോർമാലിറ്റി തന്നെയാ. അവര് കാണിക്കുന്ന പരിപാടി ഇവിടെ ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അല്ല ഇങ്ങനെ ആരും ഫെയിം ആയിട്ട്, അത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ആയതായിരിക്കാം. പക്ഷെ എന്നാലും അവർ വ്യത്യസ്തരാണ്. അവർക്ക് ഡെയിലി എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഡെയിലി എന്തും കാണിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പോലീസിലുണ്ട്, പോലീസിന് പേജും ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? കഥ ചവിട്ടിപ്പൊളിക്കുന്ന സീൻ കിട്ടി, ഓടിച്ചല്ലേ തൊപ്പിയുടെ കഥ ചവിട്ടിപ്പൊളിച്ച് കയറി തൊപ്പി അറസ്റ്റ് ചെയ്യാൻ. തൊപ്പി എന്തോ ചെയ്ത്? അപ്പൊ അന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ക്രിമിനൽ തൊപ്പിയായിരുന്നോ? അല്ല ഏറ്റവും വലിയ ക്രൈം കേരളത്തിൽ അവർ പോലീസ് കണ്ടത് വളി എന്ന് പറഞ്ഞാണോ? അതൊന്നും അല്ല. അല്ലെ ആറാട്ടനാണ്ട് ഇത് എഴുതി വെച്ചാണോ അന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ? എന്ത് ഞാൻ പറയുക, ഒരു ചാക്കുകെട്ട് കൊണ്ട് എടുത്ത് ആ ജയിലിലെ ഒരു സ്ഥലത്ത് ഈ ആറാട്ടന് പകരം വെച്ചിരുന്ന അത് ലാഭമാണ്. കാരണം അതിന് ഫുഡും കൊടുക്കണ്ട, അതിന് കറണ്ട് ചിലവാകത്തില്ല, പ്രത്യേകിച്ച് ദോഷമില്ല. ഈ ആറാട്ടൻ ഇറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞ കോമഡി കേൾക്കണം ജയിലിൽ പോകുന്നതിനെ പറ്റി. ഞാൻ ആ വീഡിയോ എടുത്തത്, ആറാട്ടൻ പറയുന്നത് നല്ല സുഖമാണ്, ഫാനുണ്ട്, ബുക്ക് വായിക്കാൻ പറ്റും, പിന്നെ ചില ആൾക്കാർ മഴയാകുമ്പോൾ വല്ലതൊക്കെ ചെയ്തിട്ട് അകത്ത് കയറി താമസിക്കുന്ന സ്ഥലമാണ് ജയിലെന്ന്. ആറാട്ടൻ അതൊക്കെയാ മനസ്സിലായത്. അവിടെ ചെന്നു ആറാട്ടൻ പഴയതുപോലെ തന്നെയല്ലേ, ഇപ്പൊ എന്തിനും വ്യത്യാസമുണ്ടോ? അയാളെ കൊണ്ടുപോയി ജയിലിലല്ലല്ലോ ഇടേണ്ടത്. അയാളെ അങ്ങനത്തെ ഒരു സാധനം അല്ലത്. അയാൾ ചെയ്ത കാര്യത്തിന് ഇത്രയും ഇങ്ങനൊന്നും കൊണ്ട് അകത്തിടേണ്ട കാര്യമൊന്നുമില്ല. അത്രയും സ്ഥലം, സമയം, ഫുഡ്, ഇലക്ട്രിസിറ്റി, സ്പേസ് എല്ലാം വേസ്റ്റായി. മനസ്സിലായോ? ആ സ്പേസ് മാത്രമാണ് അവരുടെ പ്രശ്നമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജാക്കറ്റ് എടുത്ത് വെക്കുന്നതാണ് കുറച്ചുകൂടെ വാങ്ങി. അപ്പോൾ ആ ഫുഡ് സേവ് ചെയ്യാന്ന്. പോലീസുകാർക്ക് വേറെ കേസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതേ സമയത്ത് വേറെ എത്രയോ ക്രിമിനൽസ് അവിടെ ഇറങ്ങി നടപ്പുണ്ടാവും. ഇത്രയും ക്രൈം രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി. അവരെ ആരെ ഇടാതെ അതിനകത്ത് ഇയാളെ കൊണ്ട് പിടിച്ചിടണമെന്നുണ്ട്. ഇവന്മാരുടെ ആ ഒരു എന്തോ ഇവിടുത്തെ സിസ്റ്റം ഒന്നും മനസ്സിലാകുന്നില്ല.
അതുമല്ല പുള്ളി ഇടേണ്ടത് അങ്ങനെ ലോക്കപ്പിൽ കൊണ്ടിടുന്ന ഡെയിലി കൊണ്ടിടേണ്ട ആളല്ല അയാൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വല്ല ട്രീറ്റ്മെന്റോ വല്ലോ കൊടുക്കണ്ട ഇങ്ങനെ ചെയ്യുന്നത്. ആറാട്ടണ്ണ ഒരു കണക്കിന് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്തിരുന്നില്ലേ? മിസ്യൂസ് എന്നല്ല പറയണ്ട, അയാൾ അത് മിസ്യൂസ് ചെയ്യുന്നല്ലേ. അയാൾക്ക് അത് മനസ്സിലാകത്തില്ല, ചില സമയത്ത് അയാൾക്ക് തെറ്റിപ്പോകുന്നതായിരിക്കും. അങ്ങനെയല്ലത്. തനിക്ക് ഇവിടെ തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോ സവാദ് എന്ന് പറഞ്ഞിട്ട് പയ്യനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് പോലീസുകാർ, ഇതുപോലെ തന്നെ കൊണ്ട് ജയിലിലിടും. അയാൾ വീണ്ടും വരും. ഞാൻ ഈ രണ്ടാമത് പിടിക്കുന്നതിന് മുമ്പ് ഇയാളെ പാലക്കാട് വെച്ച് കാണുന്നുണ്ട്. അന്ന് ഇയാൾ ഇതേപോലെ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഇതേപോലെ തന്നെ കിടന്ന് കറങ്ങും. അയാളുടെ ഒരു മാനസികാവസ്ഥയാണ് അത്. അതിന് ട്രീറ്റ്മെന്റാ വേണ്ടത്, അതിന് കെയർ ചെയ്യേണ്ട സാധനം. അത് വേറൊരു ഇടപാടാണ്. അതിന്റെ പോരായ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ നിൽക്കുന്ന അല്ലത്, അത് ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ പാളിച്ചയാണ്. കാരണം മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് യാതൊരുവിധ അറിവും ഇല്ലാത്ത, അല്ല അതിന് ഒട്ടും ശ്രദ്ധ കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ഇരുന്നാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. അതിനകത്ത് അയാൾക്ക് ആ ഒരു ഡിസബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അയാൾ അബ്നോർമലാണ്. എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല ഇങ്ങനെ ബസ്സിലൊക്കെ കയറിയിട്ട് ഞാൻ ഈ പെമ്പിള്ളേരെ പുറകെ പോയി നിൽക്കത്തില്ല. അല്ലെങ്കിൽ ഇതുങ്ങൾ ആരെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ പിടിക്കുകയോ തൊടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് കാണിക്കുകയോ ചെയ്യുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സുഖമൊന്നും ഈ ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടത്തില്ല. ആരും പറയത്തില്ല, എൻ്റെ പരിചയത്തിൽ ആരും ഇല്ല ഇങ്ങനെ. നമ്മുടെ കൂട്ടുകാരൊന്നും അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ ഒരാൾ അങ്ങനെ ചെയ്യുന്ന കണ്ടാൽ അത് അബ്നോർമലാ. അന്ന് ഞാൻ ആ ജയിലിൻ്റെ അവിടെ പോയി ഇത് പറയുന്നുണ്ട്, മീഡിയക്കാരോട് പറയാൻ വേണ്ടി തന്നെ പോയി. അപ്പൊ ആൾക്കാർ ആരാണ്ട് അവിടെ മാലയിട്ട് സ്വീകരിക്കാൻ, അവര് വിചാരിച്ച് ഞാൻ മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഞാൻ ഇതിനാ പോയത്. അവര് പറയുന്നത് വേറെ, ഞാൻ പറയുന്നത് വേറെ. അവര് മെൻസ് അസോസിയേഷൻ ആണുങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുന്ന ആൾക്കാരെ കുറിച്ച് എന്താ അഭിപ്രായം? അവർക്ക് അതിനകത്തൊരു വേറെ, ഞാൻ ആലോചിച്ചപ്പോഴേ ഇയാള് ശരിക്കും ഒരു നിരപരാധിയാ ഈ സവാദ്. അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അല്ലത്, അയാളുടെ അബ്നോർമാലിറ്റി ആണല്ലോ. അപ്പൊ അയാളെ ഇപ്പൊ അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങോട്ട് ഒരു ഇമേജ് കൊടുത്ത് പുറത്തിറക്കുമ്പോ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്നാ? അയാൾക്ക് വേണ്ട സ്ഥലത്തല്ല അയാളെ കൊണ്ടുപോയത്. തനിക്കിപ്പോ ഒരു ഞാൻ പറയട്ടെ, എനിക്കിപ്പോ എന്താ പറയാ, ചുമ, പനി, ഒരു ജനറൽ മെഡിസിൻ ഡോക്ടറെ കാണണം, ഒരു ഒരു ഫിസിഷ്യനെ പോയി കണ്ടു. അത് കഴിയുമ്പോൾ ഓക്കെ, തനിക്ക് ലങ്സിന് എന്തെങ്കിലും ആണെന്ന് പോയി അത് അങ്ങോട്ട് പോയി അതിന്റെ സ്പെഷ്യലിസ്റ്റിനെ കാണണം. അല്ലാതെ പോയിട്ട് ഇതിന് പകരം മൃഗാശുപത്രിയിലോട്ടൊക്കെ ചെന്ന് കയറി അങ്ങനെ ഇരിക്കും. തനിക്ക് രോഗത്തിന് വല്ല ചികിത്സ ക്യൂർ അല്ലെങ്കിൽ മൃഗാശുപത്രി പോകണ്ട, തനിക്ക് അപ്പോൾ കാർഡിയോളജിസ്റ്റിനെ പോയി കാണുമെന്ന് വിചാരിക്കും. അപ്പോഴും അയാൾ പറയുന്നത് അവിടെ അല്ലെന്ന് പറയാനുള്ള വിവരവും ബോധവും കാർഡിയോളജിസ്റ്റിനുള്ളത് കൊണ്ട് അയാൾ പറയുന്നത് നേരെ ന്യൂറോ, നെഫ്രോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റിലോട്ട് തള്ളിവിടും. ഇവിടെ പോലീസുകാർക്ക് ആ വിവരം ഇല്ലാത്തത് കൊണ്ട് അവരവിടെ തന്നെ വെക്കും. എന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് അതിനെ അറിയാവുന്ന പണികളൊക്കെ അങ്ങ് ചെയ്യും. അവർക്കറിയാവുന്ന പണി എന്ന് പറഞ്ഞാൽ അടച്ചിടുക, കുറച്ച് ദിവസം പേപ്പർ വരണം, അവിടെ നിന്ന് കോർട്ടിൽ ചെന്നിട്ട് ജാമ്യം ഉണ്ടാക്കണം, ജാമ്യത്തിന് ഇത്ര കാര്യങ്ങളുണ്ട്, 2 പേര് വരണം. ഈ പ്രൊസീജിയർ ഇവർക്ക് അറിയത്തുള്ളൂ. എൻ്റെ കേസിൽ ആ പ്രശ്നം ഉണ്ടായപ്പോഴും ക്യാമറ ഈ യൂട്യൂബ് വീഡിയോയ്ക്ക് തെളിവുണ്ടാക്കാൻ എന്താ പറയാ, ഈ ഇതെടുക്കാൻ വരും, എന്തോ മൊഴിയെടുക്കലല്ല, ഈ തെളിവെടുക്കാൻ, ഇത് എന്താണ് മറന്നുപോയി, എടുക്കാൻ വന്നിട്ട് ഇവൻ ട്രൈപോഡും മൈക്കും ഒക്കെ എടുത്തോണ്ട് പോവാടോ. ഡിജിറ്റൽ സാധനം എവിഡൻസ്, അല്ലാതെ ഈ ട്രൈപോഡിന് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. പോലീസുകാർ ട്രൈപോഡ് എടുത്തോണ്ട് പോയി, മൈക്ക് എടുത്തോണ്ട് പോയി. അപ്പൊ തന്നെ എൻ്റെ ഫ്രണ്ട് ചോദിച്ചിട്ട് ഇത് ഡിജിറ്റലി കണക്റ്റഡ് അല്ലാത്ത സാധനങ്ങളാണല്ലോ ഇതൊക്കെ. നിങ്ങൾക്ക് ഇപ്പൊ റൂട്ടർ ഓക്കെ അതിന്റെ ആ സാധനത്തിനായിട്ട് ഇത് ഇതിനാണ് അപ്ലോഡ് ചെയ്തതെന്നൊക്കെ വേണേൽ കാണിക്കാൻ വേണേൽ അതെടുക്കാം. അതും ആ സാധനം എടുത്തോണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ സൈബർ കേസ് കിടക്കുന്നത് അത് ഈ മറ്റേ പോലീസാ വരുന്നത്, ഏത് നമ്മുടെ എന്താ പറയുക, സിവിൽ പോലീസ്, എന്താ പറയുന്നത്, ആ CI, അയാൾ സൈബറിലുള്ള ആളൊന്നുമല്ല. അപ്പോൾ അയാൾക്കറിയാവുന്ന പണി അയാൾ ഒന്ന് ചെയ്യുക. ഒരു ക്രൈം നടന്നെന്ന് പറയുന്നു, ക്രിമിനൽ കേസാണല്ലോ. അപ്പോൾ അവിടെ കൃത്യം നിർവഹിച്ച സ്ഥലം, കൃത്യം നടന്ന സ്ഥലത്തുണ്ടാകുന്ന സാധനങ്ങളൊക്കെ പെറുക്കുക. ഉടനെ ഈ മണ്ടം പറയുക, ഞാൻ ചിലപ്പോൾ കട്ടിലും മേശയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. ഉടനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അകത്ത് ക്ലോസറ്റ് ഉണ്ടാവാൻ അതുകൂടെ അങ്ങ് എടുക്കുക, അതുകൂടെ എടുത്തോണ്ട്. ഈ മണ്ടത്തിലൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ കോമഡിയാണ് നടക്കുന്നത്. ശരിക്കും നമുക്കിത് കേൾക്കുമ്പോൾ ഇയാളോടൊക്കെ അയ്യേന്നൊക്കെ തോന്നും. പക്ഷെ എന്തെങ്കിലും അവിടെ നിന്ന് കാണിച്ചാൽ ചിലപ്പോൾ ഇവർ വയലന്റ് ആയാലും അത് മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും കുറേയൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു ഈ കാണിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ. അവർക്ക് മനസ്സിലായി, കുറച്ച് ഒരാൾക്ക് മനസ്സിലായി, ഒരു ASIക്ക് മനസ്സിലായി, പക്ഷെ CIക്കും ഡ്രൈവർക്കും ഒന്നും മനസ്സിലായില്ല. എന്നിട്ട് അതെല്ലാം കൊണ്ടുപോയി, അതൊക്കെ എടുത്തോണ്ട് പോയി. അത് പിന്നെ എടുക്കാൻ നമ്മൾ വീണ്ടും പേപ്പർ ഉണ്ടാക്കാൻ പോയി, കോടതിയിൽ നിന്ന് അത് തിരിച്ചു മേടിക്കണം. കോടതിക്ക് വരുന്ന ഓരോ പണികളെ കണ്ട ട്രൈപോഡും ഒക്കെ പിടിച്ചോണ്ടിരിക്കുക, യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം അതിന്റെ സ്ഥലം കളഞ്ഞു. ഇവന്മാർക്ക് പണിയില്ല എന്നുള്ളതാണ് എനിക്ക് സംശയം. ഇവർക്ക് പണിയില്ലാതാവുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ നല്ല ഒരു ജെന്യൂൻ ആയിട്ടുള്ള കേസ് അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂവിന് ഒരു സൊല്യൂഷൻ ഇല്ലാത്തതോ അല്ലെങ്കിൽ അതൊന്നും ഒരിക്കലും തീർപ്പാകാത്തതോ ഇങ്ങനത്തെ തീട്ട കേസുകൾ ഡീൽ ചെയ്യുന്നതുകൊണ്ട് ഈ കോടതിയിൽ ഇങ്ങനെയൊക്കെ എല്ലാം കൊണ്ടുവന്നങ്ങ് ചൊരിയാന്നുള്ള രീതിയിലായേക്കുക. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എല്ലാം അങ്ങ് ഡീൽ ചെയ്യണം, മനസ്സിലായില്ലേ?
ഇപ്പൊ ഇത് വന്ന ഉടനെ ആ മജിസ്ട്രേറ്റിന്റെ പണി അതാ, ഒരു ദിവസം ഇരുന്ന് കുറെ എഴുതുക, അത് കാണണം. പേപ്പറിൽ എഴുതി എന്തോരം സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് അറിയാം അവരുടെ കയ്യിൽ. ഈ പഴയ ഫയലൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ കണങ്കാവലത്തെ 10 സിനിമ ഇറക്കാം, 10 1000 സിനിമ ഇറക്കാം, അത്രയും കഥയാ. ചുമ്മാ ഈ അയൽവക്കാർ തമ്മിലുള്ള അടി തന്നെ എടുത്ത കോമഡിയാണ്. അത് അവിടെ നിന്ന് എടുത്താൽ മതി പേപ്പർ. അപ്പൊ സത്യസന്ധമായി പറയുകയാണെങ്കിൽ പോലീസിനെയും കോടതിനെ കുറിച്ച് എന്താ അഭിപ്രായമുള്ളത്? എടി ഇവിടുത്തെ സിസ്റ്റത്തിൽ മൊത്തത്തിൽ കറപ്ഷൻ ഉണ്ട്, പിന്നെ അത്ര കൊള്ളത്തില്ല, അപ്ഡേറ്റഡ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നുണ്ട് വേറെ വികസിത രാജ്യങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് അവിടെയൊക്കെ പലയിടത്തും ക്രൈംസ് കുറയുന്നതും അല്ലെ ക്രൈം റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ക്രൈം കുറയത്തൊന്നുമില്ല, ക്രൈം നടക്കും, പിന്നെ ഇതിന്റെ പുറകെ പോലീസ് ഇപ്പം നടപ്പവര് പഴയ കള്ളനും പോലീസും കളിയാ. ഇവർക്കിപ്പോൾ എന്തൊക്കെ കൊടുത്തിട്ടും കാര്യമില്ല. ഇവിടെ പല സംഭവങ്ങളും ഉണ്ട്, പക്ഷെ അത് ഇപ്പൊ കോടതിയിൽ എത്തുമ്പോൾ ചിലതൊന്നും എവിഡൻസ് ആയിട്ട് സ്വീകരിക്കത്തില്ല, നേരത്തെ ഒന്നും വീഡിയോ എവിഡൻസ് പോരാ, അങ്ങനെ കുറേ ഇങ്ങനത്തെ നൂലാമാലകളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ട്രൈപോഡ് എടുക്കേണ്ടി വരുന്നത് ആ സിസ്റ്റത്തിലെ ഫെയിലിയറാ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഈ മതം പോലൊക്കെ തന്നെ ഉള്ളൂ. അതെല്ലാം ഒരേ ടീമാന്നേ. ഈ കൂട്ടർ ഒരു ദിവസം പള്ളിയിൽ പോയി, അമ്പലത്തിൽ പോയി, അവര് വഴി ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഇപ്പുറത്തൊരു കൊടി എടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് അപ്പുറത്ത് മോഹൻലാലിന്റെ പടം കണ്ടിട്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഇത് കോമൺ ആയി മൂന്നും. അത് ഈ പറഞ്ഞ ആരാധകര്, മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്ത് അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ അതോ ഫെയിമിന് വേണ്ടിയിട്ടാണോ? അങ്ങനൊന്നും അല്ല. മോഹൻലാൽ ഏറ്റവും കൂടുതൽ മണ്ടത്തരം പറയുന്നത്, വേറെ സെലിബ്രിറ്റികൾ അത്രയും പറയത്തില്ല. ആ ശ്രദ്ധിച്ചു നോക്കി, ഇത്രയും പൊട്ടത്തരം കാണിച്ച് വേറെ ആരാ ഉള്ളത്? എന്തടിസ്ഥാനത്തിൽ അങ്ങനെ പറയുന്നത്? എത്ര എണ്ണം പറയണം, എത്ര ഇൻസിഡന്റ് വേണം? തുടക്കം തൊട്ട് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത് എപ്പോഴാണെന്ന് അറിയോ? JNU സ്റ്റുഡൻസ് ഒക്കെ തീവ്രവാദികളാന്ന് പുള്ളി പറഞ്ഞു. എന്നുവെച്ചാൽ ആ തരത്തില് അന്ന് അങ്ങനെ ഒരു സാധനം ഓടുന്നുണ്ട്. JNU സ്റ്റുഡൻസ് ഒക്കെ കൂടെ കണ്ട് കാണിച്ചു, അവരെല്ലാം കൂടെ പറഞ്ഞു വിടുന്നുണ്ട്. കാരണം ഇയാൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു പട്ടാളക്കാരൻ മരിച്ചതിനൊക്കെ പറഞ്ഞുകൊണ്ട് കറക്കി കുത്തി അവിടെ കണക്ട് ചെയ്ത് ഒരു സാധനം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇയാൾക്കെതിരെ വീഡിയോ ഇടുന്നത്. അത് നല്ലപോലെ ഓടിയാണ്. അത് പക്ഷെ ഞാൻ അന്ന് മനസ്സിലാകത്തില്ല, ഞാൻ സൗണ്ട് മാത്രമേ കൊടുത്തുള്ളൂ, ഇത് കേസ് അലമ്പായതുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ തുരുതുരാ മോഹൻലാൽ റെസ്റ്റ് ഇല്ലാതെ മണ്ടത്തരം പറയാറുണ്ട്. ലാസ്റ്റ് തന്നെ കാണിക്കുന്നതൊക്കെ ഏതാണ് ഏറ്റവും അവസാനം പറഞ്ഞ വിഡിത്തരമെന്ന് ആലോചിച്ചെടുത്താൽ ഏതായിരിക്കും? ഈ ബറോസൊക്കെ ഇറങ്ങുമ്പോൾ പറയുന്ന കേട്ടില്ലേ, ഞാൻ മാത്രമേ ഇങ്ങനെ സിനിമ ചെയ്തുള്ളൂ. ശരിയാ, പുള്ളിക്കേ പറ്റത്തുള്ളൂ ഇങ്ങനത്തെ പൊട്ടത്തരമൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ. പിന്നെ ഓരോന്ന് കാണിക്കുന്നത് എന്തോ വലിയ അഭ്യാസം കാണിക്കുന്ന പോലെ അരമതിലി ആടുക, ഇതൊക്കെ ആര് കാണിക്കും? എടോ കഴിഞ്ഞിടയ്ക്കൊരു ഞാൻ വീഡിയോ ഉണ്ടാക്കി വിട്ടു. ഈ കണങ്കാലിനകത്തൊരു നായികയായിട്ടുള്ളൊരു പെണ്ണ്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, പുള്ളിക്കാരിയും മറ്റേ കരാട്ടെ ഒരു സീൻ കാണിക്കുന്നുണ്ട്, ഒരു യൂട്യൂബിൽ തന്നെ ഉള്ള ഒരു തന്നെ, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവര് കിടന്ന് ഫൈറ്റ് ചെയ്യുന്ന കാണണം. അതിങ്ങോട്ട് കണ്ടിട്ട് നമ്മൾ തട്ടി താഴോട്ട് വരുമ്പോൾ മോഹൻലാൽ ഇങ്ങനെ നിന്നിട്ട് കയ്യാലെ ചാടുന്നു. വാവ് സൂപ്പറാ, ഇതാരാ ഇതൊക്കെ കാണിക്കുന്നത്? ഇയാൾക്കൊന്നും നാണമില്ല, വീട്ടിലെ കാര്യം കുത്തിയിരിക്കുന്നത്. മോഹൻലാൽ എത്ര നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിനെന്താ എന്നോ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ എക്സ്പയർ ആയി. അതെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതിനൊരു സാധനമുണ്ട്. 2005 കൂടി എക്സ്പയർ ആയി. ഈ ചില സാധനങ്ങൾ അങ്ങനെ മമ്മൂട്ടിയുടെ എക്സ്പയർ ആയിട്ടില്ല. മമ്മൂട്ടിയുടെ ജനറ്റിക്കലി മമ്മൂട്ടി എക്സ്പയർ ആയിട്ടില്ല. മോഹൻലാൽ എക്സ്പയർ ആയി. മമ്മൂട്ടി ഫാനാണോ? ഫാൻ ആയതുകൊണ്ടല്ല, മമ്മൂട്ടി ഇപ്പോഴും പിന്നെയും പലതൊക്കെ ചെയ്യുന്നുണ്ട്. മോഹൻലാലിനെ കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. മോഹൻലാലിനോടുള്ള ദേഷ്യം കൊണ്ട് അല്ല, തോന്നുന്നു. മോഹൻലാലിന്റെ എന്തെങ്കിലും ഒരു കൊള്ളാവുന്ന സിനിമ എടുത്ത് കാണിച്ചാൽ മതി. തുടരും എന്താ ഇഷ്ടപ്പെട്ടില്ല? തുടരും ഒന്നും കാണാൻ പോലും പോകത്തില്ല, അങ്ങനെയുള്ള പടമൊന്നും ഇല്ലത്. അത് ആ കയ്യാലെ ആടിയത് കണ്ടറിയാം. ആ പടത്തെ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന്. ഇവിടുത്തെ ഒരു രീതിയിലുള്ള സിനിമയല്ലേ, എനിക്കറിയാം അതെങ്ങനെയായിരിക്കും. ആ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടമാണ് കാണങ്കാവലൊക്കെ. അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് അല്ലല്ല, ഞാൻ വലിയ കാര്യമായിട്ട് കാണാൻ പോയതാ, നല്ലതായിരിക്കും. പക്ഷെ ആദ്യത്തെ ടൈറ്റിൽ സോങ് ഇംഗ്ലീഷ് ഒക്കെ കേട്ടപ്പോഴേ മനസ്സിലായി, അയ്യോ എന്തോ കുഴപ്പമുണ്ട്, ഇവിടെ എന്തോ സംഭവിക്കാൻ പോവാ, എന്തോ ആവശ്യമില്ലാത്തൊരു സീൻ പോലെ. ഒരു സീരിയൽ കില്ലർ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പാട്ടൊക്കെ വരിക, വല്ലാത്തൊരു അധപ്പതനം. എന്നിട്ട് മമ്മൂട്ടി ഇങ്ങനെ ഭയങ്കര കോമഡി ഉണ്ടാ, സിഗരറ്റ് വലിക്കുന്നുണ്ട്. സിഗരറ്റിന്റെ പുക അകത്തോട്ടൊന്നും പുള്ളിക്ക് എടുക്കാൻ വയ്യ. പുള്ളി ആദ്യത്തെ പോലെ അഭിനയിക്കുന്നു, ഇങ്ങനെ കാണിക്കും, സിഗരറ്റ് വലിച്ചിട്ട് പുക ഊതുന്നു, ഏണ്ടൊക്കെ അഭിനയിച്ച് കാണിക്കും. പിന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പുള്ളി ഒരു കഴുത്തേലൊരു കുരുക്കിടുന്നുണ്ട്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ കൊല്ലുന്ന ആളെക്കാൾ കൂടുതൽ കഷ്ടപ്പാട് ആ സിഗരറ്റ് വലിക്കുന്നതില്ല എനിക്ക് തോന്നിയത്. വളരെ പാടുപെട്ട് മമ്മൂട്ടി സിഗരറ്റ് വലിക്കുന്നതിനിടയിൽ കൊല്ലുന്നത് വളരെ ഈസിയാണ്. അതിങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാൽ മതി, അവരങ്ങ് മരിച്ചോളും. ഇതല്ല, അതിനിടയിൽ ഇങ്ങനെ
പിന്നെ അത് കൂടാതെ വേർത്തിനെ കൊല്ലുമ്പോൾ സിഗരറ്റ് കടിച്ച് ചവച്ച് തുപ്പ് പോയാണ്ട് 8 ബിയിലെ പിള്ളേർ മൊത്തം പേടിച്ച്. ഓ അത് കണ്ടപ്പോ ഭയങ്കര മാസാന്നും പറഞ്ഞിട്ടുണ്ടെന്നാ കേട്ടെ. 8 ബിയും 8 സിയും. പക്ഷെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവി ആയിരുന്നു കളങ്കാവൽ. അത് താനേ ഞങ്ങൾ ഇട്ട റിവ്യൂ ഉണ്ട്, അയച്ചുതരാം. അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ആ പടം എത്ര ബോറാണ്. അതൊരു സിനിമയെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലല്ല ഉള്ള കാര്യമാണ്. അത് മിസ്കാസ്റ്റ് ചെയ്ത് മമ്മൂട്ടിയാണ് ഏറ്റവും മോശം. വിനായകനും പറ്റത്തില്ല സത്യത്തിൽ. അത് മമ്മൂട്ടി പോലീസുകാരനായിട്ട് ആരോ എഴുതി കൊടുത്തതാ. അതിനകത്ത് പക്ഷെ വിനായകനെ വില്ലനാക്കി കൊണ്ടുവരാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല. പകരം ഏതെങ്കിലും പുതുമുഖ നടൻ, അതിപ്പോ നമ്മൾ ഈ ജോർജ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയ്ക്കകത്ത് ഒരാളെ ഇറക്കിയില്ലേ, എന്ത് തുടരും. അപ്പൊ അയാളെ ഭയങ്കരമായിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാകുന്നു, സൂപ്പറാന്നൊക്കെ പറയുന്നത്. അതുപോലെ പുതിയൊരാൾ വന്നിട്ട് ആ സീരിയൽ കില്ലറെ കുറച്ചും കൂടി നല്ല സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ആ കില്ലിംഗ് ഒക്കെ ഇങ്ങനൊന്നും അല്ലടോ, ബ്രൂട്ടലാ. ഇത് ഭയങ്കര പൂ പറിക്കുന്ന പോലെ കൊല്ലുക. ഇത് കുടുംബ പ്രേക്ഷകർക്കുള്ള കൊലപാതകവും കുടുംബ പ്രേക്ഷകർക്കുള്ള സീരിയൽ കില്ലറുമാണ്. അത്രേ ഉള്ളത്. അതിനകത്ത് പാട്ട് സൂപ്പറാണ്. പാട്ട് കൊണ്ടാണ് എനിക്ക് അതിനകത്ത് ഇടയ്ക്ക് എപ്പോഴൊക്കെ ഇഷ്ടമായെന്ന് തോന്നുന്നു. അല്ലാതെ കൊള്ളത്തില്ല. അല്ല ഈ മോഹൻലാൽ 2005 എക്സ്പയർ ആയി എന്ന് പറയാനുള്ള അതെന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു തന്നപ്പോഴാണ് തെറ്റിപ്പോയി. മോഹൻലാലിന്റെ പരിപാടി ആകെ അതിന് മുന്നേ തന്നെ തീർന്നു വരുവാന്ന്. മോഹൻലാലിന് അഭിനയിക്കാൻ പറ്റുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല. എപ്പോഴും ഇതേപോലത്തെ 2005 ശേഷം മോഹൻലാലിന്റെ ഒരു സിനിമ പോലും ഹിറ്റ് ആയിട്ടില്ല. ഹിറ്റൊക്കെ ആവും. ഇവിടെ എന്തെല്ലാം പണം ഹിറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഹിറ്റ് ആവുന്ന ഈ കഥയൊന്നും ഇല്ല. കാരണം ഇവിടുത്തെ 70% ആൾക്കാരും പോകുന്നില്ലാത്തവരെ തന്നെ. അല്ല മോഹൻലാലിന്റെ ഫാൻ ബേസ് അത് കഴിഞ്ഞിട്ട് കൂടിയിട്ടില്ല. ഇല്ല, കുറയുക ചെയ്തേക്കുന്നത്. മോഹൻലാലിന് ഇപ്പോൾ ഉള്ള ഫാൻസ് എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും അലമ്പ് പിടിച്ച ആൾക്കാരേ ഉള്ളൂ. ഒരു സെൻസ് വർക്ക് ചെയ്യുന്നില്ല. അവർ മോഹൻലാൽ ഫാനായിട്ട് തുടരും. അതാ തുടരുമെന്ന്. മോഹൻലാൽ ഫാൻസും തുടരും. അതിന് മുമ്പുള്ളവർക്കൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പൊ എനിക്കറിയാവുന്ന ഒത്തിരി പേർക്ക്, എനിക്കും പണ്ട് മോഹൻലാലിന് വലിയ ഇഷ്ടമൊക്കെയാണ്. അന്ന് കാലം നല്ലതാണ് ഒരു സമയത്ത്. അത് കുറച്ച് പടങ്ങളെ ഉള്ളു താനും, അധികം പടമൊന്നുമില്ല. കുറച്ച് പടം നല്ല പടങ്ങളുണ്ട്, അല്ലാതെ എല്ലാം കണക്കാ. ഏതാ ഇത്ര ഭീകര പടമെന്ന് ചോദിച്ചാൽ അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ ലേറ്റസ്റ്റ് കണ്ടതിൽ ഏത് സിനിമ ഇഷ്ടപ്പെട്ടേക്കുന്നത്? ഭ്രമയും ഇഷ്ടപ്പെട്ടു, ആട്ടം ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയണ്ടേ, വ്യസന സമേതം, കുടുംബസമേതം, ബന്ധുമിത്രാദികൾ, അങ്ങനെ കണ്ടൊരു പടം. അത് സൂപ്പർ പടമാണ്. അങ്ങനത്തെ സിനിമയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ആട്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട കഴിഞ്ഞ വർഷം. പിന്നെ ഏതാന്നു, മഹാരാജ എന്ന് പറഞ്ഞു വിജയ് സേതുവിന്റെ ഒരു പടം ഇഷ്ടപ്പെട്ടാണ്. വേറെ ഒന്നും കണ്ടില്ല, കാണാൻ പോകുന്നില്ല. ഞാൻ ഇതെന്തോ ഒരു വലിയ പടം വന്നല്ലോ, കാന്താരയോ, അതിന് ഞാൻ ഇവിടെ വന്ന് തിയേറ്ററിൽ കയറിയിട്ട് 15-20 മിനിറ്റ് ഇറങ്ങിപ്പോയി. 15 മിനിറ്റ്. അയ്യോ, കാന്താര കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ പടം ഇവിടുത്തെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അപ്പോകാലിപ്റ്റോൾ, ഞാൻ വല്ലതും പറഞ്ഞ കൂടിപ്പോവും എന്റെ വ്ലോഗിൽ, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇപ്പൊ അപ്പോകാലിപ്റ്റോ എന്ന് പറഞ്ഞൊരു പടം കണ്ട് ഹാങ് ഓവറിൽ ഇരിക്കുന്ന ഒരുത്തിന് അന്നങ്ങാണ്ട് കണ്ടതാ. അവൻ സിനിമ പഠിക്കുന്ന സമയത്തായിട്ട് കണ്ടിട്ട് അപ്പോകാലിപ്റ്റോ ഒന്ന് എന്താക്കിയാല അങ്ങനെ ആക്കിയാ വരുന്ന ടൈപ്പ് ഒരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തോ ഉദ്ദേശിച്ചു. പക്ഷെ നടന്നില്ല. അതൊരുത്തനാണ് ഏതോ ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞിരുന്നത്. അവൻ അവിടുത്തെ ആരാണോ എന്തോ ഒരു വല്ലാത്തൊരുത്തൻ കിടന്നു. അവരെല്ലാം കിടന്ന് അഭിനയിക്കുവാന്നേ അവിടെ നിൽക്കും. ഈ തെലുങ്ക്, കന്നഡ, തമിഴിനകത്ത് അത്രയില്ല. തെലുങ്കും കന്നഡയും വരുമ്പോ ഉണ്ടല്ലോ, നമുക്ക് സ്ക്രീനിൽ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും ഇതിങ്ങനെ ഓരോന്ന് കാണിക്കുന്ന നമുക്ക് കാണാം. എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ കാണുന്നത്. വല്ലാത്തൊരു സിനിമ. കുറെ കാശുണ്ടാകുന്ന ആരാണ്ട് കയ്യിൽ അവന്മാർ കുറെ പടമൊക്കെ എടുത്തിട്ട് ഇറക്കി വിട്ടേക്കും. ഞാൻ ഞാൻ ഇറങ്ങി പോകുന്നു, ഒന്നും കാണാനില്ല. അവസാനമൊക്കെ പടം തീരാറായപ്പോ അപ്പൊ ആ തിയേറ്ററിൽ തന്നെ, തിയേറ്ററിൽ നിന്ന് വേറൊരു പടം ഉണ്ടാകുന്നു. ആരുടെയാ, റീമ കല്ലിങ്കൽ ചെയ്തൊരു പടമുണ്ട്. അത് നല്ല പടമാണ്. അത് കണ്ട് കുറെ നേരം ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് അതും പകുതിയായപ്പോ എനിക്ക് കാര്യം ഏകദേശം മനസ്സിലായപ്പോൾ ഞാൻ അത് ഇറങ്ങിയിട്ട് ഇപ്പുറത്ത് വന്നു. ഇപ്പുറത്ത് കുറച്ച് പേര് ഇരിപ്പുണ്ട്. അവരോട് പോയി കാന്താരയുടെ ക്ലൈമാക്സ് കണ്ടപ്പോ ഇവൻ എന്തൊക്കെയോ നലറുവോ തുപ്പുവോ അതൊക്കെ കാണിക്കുന്ന ഒരുത്തൻ. അയ്യേ കഷ്ടം.